തരത്തിൽ വ്യാഖ്യാനിക്കുന്ന നിലക്ക് കട്ടും പേസ്റ്റും നടത്തുന്നത് അത് ചെയ്യുന്ന ആൾക്കാർ സൂക്ഷിക്കേണ്ടതാണെന്ന് മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ അതിൽ നിന്നെടുത്തിട്ട് ഒരനവസരത്തിൽ വേണ്ടാത്ത കാര്യങ്ങൾ എടുത്തിട്ട് അമാന്റെ പരിഭാഷയിലുള്ളതാണ് എന്ന് പറഞ്ഞാണ്ട് എടുത്ത് അത്തരം പണികളാണ് ചെയ്യാൻ പാടില്ലാത്തത് എന്നേ ഉള്ളൂ. അവിടെ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്നുള്ളത് എനിക്ക് അറിയാം. UAE ഇസ്ലാമിക് സെന്ററിന്റെ ഭാരവാഹി വൈസ് പ്രസിഡന്റ് ഇന്നലെയും എന്നെ വിളിച്ചിരുന്നു. ഈ വിഷയം പറഞ്ഞിട്ടില്ല, ഇങ്ങനത്തെ ഒരു കാര്യം അവരിൽ നിന്ന് ഉണ്ടാവില്ല. അതേപോലെ തന്നെ പിന്നെ അതാണ് ആ കാര്യത്തെ സംബന്ധിച്ച് പറയാനുള്ള കേരള നേതൃത്വത്തിൽ മുജാഹിദീനും തീരുമാനമല്ല. UAE അങ്ങനെ ഒരു തീരുമാനം അമാന് മൗലിന്റെ ഖുർആൻ പരിഭാഷയിൽ ഇന്ന സൂറത്ത് ഇന്ന ഭാഗം ഇത് ക്ലാസ് എടുക്കാനേ പാടില്ല എന്ന് തീരുമാനം എടുത്ത അങ്ങനെ ഒരു ഇസ്ലാമിക് സെന്റർ KNM-നോട്ട് ഉണ്ടാവില്ല. കാരണം ഖുർആൻ മുഴുവനും അള്ളാഹ് ഇറക്കിയത് മുഴുവൻ അതിലുള്ള പോലെ അങ്ങനെ തന്നെയാണ് പഠിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യേണ്ടത്. ഈ രണ്ട് സംഗതികളാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. നിങ്ങളുടെ ഏതെങ്കിലും ദാഴിമാര് ഇങ്ങനെ ഈ തൗഹീദിന് എതിരായിട്ട് ശിർക്കിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നാണ്. ആരും പറയരുതെന്നാണ് നമ്മുടെ ആഗ്രഹം. പക്ഷേ പറഞ്ഞിട്ടുണ്ട്. സംഘടന അത് കൃത്യമായി വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്, തീരുമാനമെടുത്തിട്ടുണ്ട്. ഒരാളെ നമ്മുടെ സംഘടനയിൽ നിന്ന് പുറത്താക്കിയിട്ടും ഉണ്ട് എന്ന് രണ്ടു വാക്കും കൂടി അത് ജിന്നിനോട് ജിന്നിന്റെ കഴിവിൽപ്പെട്ടത് ചോദിക്കുന്നത് അല്ല, അതാണ്. അപ്പൊ പ്രാർത്ഥിച്ചാൽ ോട് എന്നുള്ളൊരു സംശയമല്ല. കഴിവുപ്പെട്ടത് ചോദിച്ചാൽ ശിർക്കാവോ? ശിർക്കാവൂല എന്നാണ് അബ്ദുൽ ജബ്ബാർ മൗലവി കൊണ്ടോട്ടി ഏഴിലാണ്. കൊല്ലം ഇന്നത്തേക്ക് 5 കഴിഞ്ഞ 6ാമത്തെ കൊല്ലം. എന്നിട്ട് ഈ 6 കൊല്ലങ്ങൾ എവിടെ ഇരുന്ന് ഉറങ്ങിയിരിക്കുന്നു? ഞങ്ങൾ അങ്ങനെ ചോദിക്കണ്ട. അന്ന് മുതൽക്ക് ഇതിന്റെ പണി തുടങ്ങിയിട്ടുണ്ട്. ആ ഏജ് ഖുറാഫികൾ ഇതാകാൻ വേണ്ടി തുടങ്ങിയപ്പോ അനസ് മൗലവി, ഹുസൈൻ സലഫി, അബ്ദുറഹ്മാൻ സലഫി, അബ്ദുൽ ഖാദർ ഹാജി, നാണി ഹാജി, ഈ 5 ആളുകൾ അയാളെടുത്ത് പോയി സംസാരിച്ചു. ഇതുകൊണ്ട് നമുക്ക് പ്രശ്നങ്ങളുണ്ട്, നിങ്ങൾ ഇതൊന്ന് തിരുത്തണം. ഖുറാഫികളെ നമ്മൾ പിന്നാലെ വല്ലാതെ കൂടുന്നുണ്ട്. അയാൾ ഞാൻ തിരിച്ചു. അവസാനം നിങ്ങൾ തിരിച്ചുകൊള്ളു. ആ വാക്കുമ പിടിച്ചിട്ട് ഞങ്ങൾ പോകുന്നു. കാരണം ഇതും എങ്ങനെയും ഇയാളെ പിന്നെയും പറഞ്ഞു നന്നാക്കാരോ. ഒരാളുണ്ടാകുമ്പോൾ എന്നു പുറത്താക്കുന്ന പരിപാടി നമ്മുടെ പ്രസ്ഥാനത്തിലില്ല. അങ്ങനെ നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്. അത് ഇവരൊക്കെ അത്രയും കാലം 50 കൊല്ലം ഇതിന് നേതൃത്വം കൊടുത്തു നിന്ന ആളാണ് ടി പി. അതിനേക്കാൾ പ്രായമുള്ള ആളാണ് അഹമ്മദ് മദനി, പിന്നെ MM മദനി, അങ്ങനെ തന്നെ. അപ്പൊ ഈ നിലക്കുള്ള ആളുകളാണ് ഇവരൊക്കെ. ഞാനൊക്കെ പിന്നെ കുറച്ചും കൂടി ചെറുപ്പാനെ പറയണമെങ്കിൽ 52 വയസ്സ് എനിക്ക് വയ്ക്കുന്നു. എന്നാലും ഞാൻ വളരെ ചെറുപ്പാന്നാ ഞാൻ പറയല്. തല നരച്ചിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്ക് കുറച്ചും കൂടി ഒരു വികാരത്തിലൊക്കെ സംസാരിക്കും. പക്ഷെ ഇവരൊന്നും അങ്ങനെയല്ല. ചിലപ്പോ നിങ്ങൾ എന്താണ് പല വിഷയങ്ങളും പറയുമ്പോൾ അതല്ലാതെ ഒരാളെ അഭിപ്രായം അവിടെ ഒരാൾക്ക് നടപ്പാക്കാൻ കഴിയും. അത് വളരെ കൂടിയാലോചിച്ച് അവധാനതയോടെ സൂക്ഷ്മതയോടെ ചർച്ചകൾക്ക് ശേഷം ശൂറയ്ക്ക് ശേഷം അന്തിമമായി തീരുമാനമെടുക്കുന്നത് അത്ര ആലോചിച്ചിട്ടാണ്. ഈ പ്രശ്നം വന്നു. അവസാനം എന്താ വെച്ചാൽ തിരുത്തിങ്ങൾ ഒട്ടിപ്പോയി. അനസ് മൗലവിയും ഹുസൈൻ സലഫിയും കൂടി നാണിയാജിന്റെ പെരിയിൽ ഇരുന്നിട്ട് തിരുത്തയില്ല. ആ തിരുത്ത് അലിസ്ലായിൽ പ്രസിദ്ധീകരിക്കാൻ കൊടുത്തു. മാസങ്ങൾ കഴിഞ്ഞിട്ടും വന്നില്ല. അവസാനം അതിന്റെ അഡ്മിന്മാര് പറഞ്ഞാൽ എന്താന്ന് പറയല്, ഇപ്പൊ ബൈലക്സ് എന്ന് പറയുന്ന അഡ്മിന്മാർ വരുന്നത് അതിന്റെ പത്രാധിപ സമിതി. ആ പത്രാധിപ സമിതിയില് ഒരാള് ശക്തമായി, ആളൊന്നും ഇപ്പൊ പറയില്ല, വേണ്ടി എന്നാതൊക്കെ ഞാൻ പറയുന്നത്. അപ്പൊ കഴിയുന്നിടത്തോടെ നമ്മള് ഒരേ മനസ്സിൽ നമ്മളെല്ലാ ആളുകളും നല്ല നിലക്ക് തന്നെ പോകാനാണല്ലോ. അപ്പൊ വെച്ചപ്പോ ഒരാളെ പറ്റി ഇങ്ങോട്ട് വെറുതെ മനസ്സിലും വേണ്ട. വളരെ അത്യാവശ്യം നിങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ മാത്രമേ പറഞ്ഞാൽ മതിയില്ല. അതുകൊണ്ടാണ് ആരെങ്കിലും ഉണ്ടോ എന്ന് ഇങ്ങനെ ചോദിച്ചപ്പോൾ പറയാതിരുന്നാല് തെറ്റിദ്ധാരണ വരും. അതുകൊണ്ടാണ് അത് പറയുന്നത്. പിന്നെ അയാള് ഇത് നിങ്ങൾ തിരുത്തി കൊടുത്തിട്ടില്ലെങ്കിൽ എന്റെ ഈ നാവ് കൊണ്ട് ഇത് വാങ്ങണം വായിക്കണം എന്ന് ഒരുപാട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് വാങ്ങരുത് വായിക്കരുതെന്ന് ഞാൻ പറയും എന്ന് അദ്ദേഹം പറഞ്ഞതിന് ശേഷമാണ് തിരിച്ചത്. അപ്പൊ ജബ്ബാർ മൗലവിക്ക് മാത്രമല്ല ഈ വാദം എന്ന് മനസ്സിലായല്ലോ. ചുരുക്കി പറഞ്ഞ അതങ്ങനെ കൊടുത്തെങ്കിലും പിന്നെ ഇതിന്റെ പിന്നിൽ ഇങ്ങനെ പിന്നെ കുറച്ചൊക്കെ എല്ലാവരും കുഴപ്പം വരാത്ത ന്യായീകരണമൊക്കെ നടത്തി നോക്കിയിട്ടുണ്ട്. ഇതിന് കഴിച്ചിലാകാൻ വേണ്ടി കുഴപ്പം വരാത്താന്നാ ഞാൻ പറഞ്ഞത്. കാരണം എന്താ വെച്ചാൽ നമ്മളെ കൂട്ടത്തിൽ നിൽക്കുന്ന ആൾക്കാരല്ല. എപ്പോഴും നമ്മൾ പല കാര്യങ്ങളും അങ്ങനെയാണ്. ഇത് ശരിയാക്കാന്ന് വിചാരിച്ചിട്ട് മാക്സിമം നമ്മളിത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷെ ഒരു ശിർക്കിനെ ന്യായീകരിച്ചുകൊണ്ട് ഞാൻ സംസാരിച്ചിട്ടില്ല. എന്റെ കാര്യം എനിക്ക് തീർത്ത് പറയാൻ സാധിക്കും.
എന്നാൽ ഒരാളെ വേദനിപ്പിക്കാത്ത നിലക്ക് പരമാവധി സൂക്ഷ്മത പുലർത്തിയിട്ടുണ്ട്. വ്യക്തികളെ കുറ്റം പറഞ്ഞ് ചീത്ത പറഞ്ഞു വരണ പതിവ് കുറവാണ്. അപ്പോ ഇത് വന്നതിന്റെ ശേഷം നമ്മൾ എന്ത് ചെയ്തു, തിരുത്തി കൊടുത്തു. അത് കഴിഞ്ഞ് പല ആളുകളും ഇങ്ങനെ അവിടെ ഇവിടെ ക്ലാസ്സിലും മറ്റും മറിച്ചൊക്കെ ഇത്തരത്തിലുള്ള ആശയം പറഞ്ഞപ്പോ അവരെ വിളിച്ചിട്ട് സ്വകാര്യമായിട്ട് അവരോട് നിങ്ങളിത് പറഞ്ഞാൽ ഇത് പറഞ്ഞ് സാധാരണക്കാരിൽ എത്തിക്കഴിഞ്ഞാൽ ഇതുകൊണ്ട് ഫിത്തനയാണ് ഉണ്ടാകുക, ഇതുകൊണ്ട് വലിയ കുഴപ്പമാണ് ഉണ്ടാകുക. അതുകൊണ്ട് ഇത് പ്രഭാഷണങ്ങളിലും ക്ലാസ്സുകളിലും നിങ്ങൾ പറയരുത്, നിങ്ങൾ സ്വന്തം നിലയ്ക്ക് എങ്ങനെ എന്താ പഠിക്കുന്നത് വെച്ചാൽ പഠിച്ചോളി, നിങ്ങൾ ചിന്തിച്ചോളി എന്ന് പറഞ്ഞു. അത് സമ്മതിച്ച് അവർ പോയി. പക്ഷെ പിന്നെ ഇതിങ്ങനെ നടക്കുക, പരാതികൾ പലയിടത്തുനിന്ന് വന്നു. അവിടെ അങ്ങനെ പറഞ്ഞു, ഇവിടെ അങ്ങനെ പറഞ്ഞു, അവിടെ പ്രസംഗിച്ചു, ഇവിടെ ക്ലാസ്. അപ്പൊ മൂന്നാമത്തെ ഘട്ടം അവരെ വിളിച്ചിട്ട് നമ്മളെ സംഘടനയുടെ എല്ലാ ഘടകങ്ങളുടെയും നേതൃത്വം കൂടിയിരുന്നിട്ട് അവർക്കൊരു താക്കീത് ശാസനം നൽകാൻ തീരുമാനിച്ചു. അത് കഴിഞ്ഞു ഈ ശാസനം സംബന്ധിച്ചു പോയെങ്കിലും പിന്നെ അവിടുന്ന് ഇവിടുന്ന് ചിലരൊക്കെ പിന്നെ ഇതന്നെ പറഞ്ഞ് ആക്ഷേപങ്ങൾ വന്നപ്പോൾ നേതൃത്വം ഇതൊന്നും നിങ്ങൾ ആരും അറിയുന്ന കാര്യങ്ങളല്ല. നാലാമത് ചെയ്തത് എന്താന്ന് വിചാരിച്ചാൽ ഈ ബന്ധപ്പെട്ട ആളുകളെ ഒന്നുകൂടി വിളിച്ചിട്ട് അവസാനമായി പുളിക്കൽ ജാമ്യ സലഫിയിൽ വെച്ചിട്ട് അത്തരം ആളുകൾ 5-8 ആളുകളുണ്ട് വേറെ വേറെ പല വിഷയത്തിലായി. അവരെ വിളിച്ചിട്ട് അവരെ ഉപദേശിച്ച് നിങ്ങൾ നേരിൽ ചെയ്യരുത്, അപ്പൊ ചെയ്യൂല എന്ന് പറഞ്ഞിട്ട് പോയി. പിന്നെ അതിന്റെ ശേഷം പിന്നെ ഇത് തുടർന്നപ്പോ ജമിയത്തുൽ ഉലമയുടെ നിർവാഹക സമിതിയിൽ വെച്ചിട്ട് ചർച്ച ചെയ്തു. ഒരു പകല് മുഴുവൻ ചർച്ച ചെയ്തു. ആ ചർച്ചയ്ക്ക് ഒടുവിൽ തീരുമാനമെടുത്തത് ഈ വിഷയത്തിൽ നമുക്കൊന്നും തർക്കമില്ലാത്തത് സാധാരണക്കാരൻ അറിയേണ്ടതുമായ കാര്യം ഒരു പുസ്തകമായിട്ട് എഴുതി പ്രസിദ്ധീകരിക്കുക. അത് എഴുതാൻ 5 ആളെ ഏൽപ്പിച്ചു. അത് കാരണം ഇപ്പൊ പറയുന്നില്ല, ആ പുസ്തകം എഴുതി ഉണ്ടായില്ല. പിന്നെ നീണ്ട ആളുകൾക്കിടയിൽ ഇത് പ്രശ്നമായില്ല. അപ്പൊ എന്ത് ചെയ്തു, അമാനി മൗലവിന്റെ ആ വിഷയം മാത്രമുള്ള ഭാഗം, പിന്നെ അഷ്റഫല്ലേ ആ ഭാഗം മാത്രം എടുത്തിട്ട് അത് നമ്മൾ പണ്ട് അമാനി മൗലവി ആ വ്യാഖ്യാനക്കുറിപ്പ് മുമ്പ് തന്നെ കേന്ദ്രം പ്രസിദ്ധീകരിച്ചു. പണ്ട് അതിന് കോപ്പിയൊന്നും കിട്ടാനില്ല. അപ്പൊ അത് വീണ്ടും എടുത്തിട്ട് അതൊന്ന് പ്രസിദ്ധീകരിച്ച് ജനങ്ങൾക്കും കൊടുക്കാൻ പറ്റും. അല്ലാതെ അമാനി മൗലവിന്റെ പരിഭാഷയിൽ ഇതിനെപ്പറ്റി എഴുതിയത് ജനങ്ങൾ അറിയരുതെന്ന് കേന്ദ്രമൊക്കെ എഴുതിയത് വിചാരിക്കുക. അതാണ് അച്ചടിച്ചാണ് കൊടുക്കാൻ വെച്ചത്. അപ്പൊ അത് അങ്ങനെ തീർന്നു. 6ാമത് അതുകൊണ്ടും തീരുന്നില്ലല്ലോ, അതിലെവിടെ അതുണ്ടോ അതിലെവിടെ ഇതുണ്ടോ എന്ന് പറഞ്ഞ് പിന്നെ അമാനിയും കുറ്റം പറയണേ. അപ്പൊ ആർക്കും ഒരു മടിയില്ലല്ലോ, ഇവിടെ സംഘടന വേണ്ട എന്ന് പറഞ്ഞ ചില ആൾക്കാർ അത് കേമോദിന്റെ ഒരു പേരക്കുട്ടിനെ പ്രസംഗിച്ചത് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണെന്നറിയാം, കുത്തുബ പരിഭാഷപ്പെടുത്താൻ പാടില്ല, അറബിയിലെ സംസാരിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ ആ കുട്ടി അവൻ പറയാണ്. അപ്പൊ കേമോലുവിനെ ഇങ്ങനെ എഴുതി, അത് കേമോലുവിന്റെ തെറ്റ് കേമോലുവിന്റെ സുൽബിൽ നിന്ന് തന്നെ തിരിച്ചു എന്നാ പറഞ്ഞു. ആരാണ് ഓനൊരു മകൻ കാര്യമായിട്ട് ഒന്നും പഠിച്ചിട്ടില്ല, വല്ല ക്ലാസ്സിലും പോയിരുന്ന് നെറ്റ് നോക്കിയിട്ട് മാത്രം ചില അത്തും വിറ്റും കിട്ടിയവനാണ്, വേറൊന്നും പഠിച്ച ആളല്ല. ഓൻ പറയാണ് കേമോലുവിന്റെ നിന്നുണ്ടായ തെറ്റ് കേമോലുവിന്റെ സുൽബിൽ തന്നെ തിരിച്ചു എന്ന് പറഞ്ഞു. ഈ അവസ്ഥയിലാണ് നമ്മൾ ചില ആളുകളൊക്കെ നിരൂപണം നടത്തുന്നതും പറയുന്നത്. എന്നാൽ ആ ഖുർആൻ പരിഭാഷയിൽ വന്ന ആ ഭാഗം മാത്രം അത് പ്രസിദ്ധീകരിക്കാൻ ജമിയത്തുൽ ഉലമ തീരുമാനിച്ച് കേന്ദ്രത്തിനോട് പറഞ്ഞ് കേന്ദ്രം പ്രസിദ്ധീകരിച്ച് നാട്ടിലൊക്കെ ആളുകൾക്ക് വായിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു. അതുകൊണ്ട് തീർന്നില്ല. പിന്നെയും പ്രശ്നം വന്നപ്പോ ജമിയത്തിന്റെ യോഗത്തിൽ ഈ വിഷയത്തിൽ ആർക്കാണ് എന്താ പറയാനുള്ളത്, അവർക്ക് പറയാനുള്ളത് അത് ഇവിടെ പ്രധായിട്ട് സൈനിധി സമർപ്പിക്കും. ഒരു ജൂറി ജമിയത്ത് തെരഞ്ഞെടുത്തു. ആ ജൂറി പറഞ്ഞ ജമിയത്തിന്റെ പ്രസിഡന്റും സെക്രട്ടറി, കേന്ദ്രമിന്റെ പ്രസിഡന്റും സെക്രട്ടറി, ജമിയത്തിന്റെ ഫത്വ ബോർഡ് ചെയർമാൻ, ഈ 5 അംഗങ്ങളാണ്. അതിൽപ്പെട്ട 2 ആളുകളുണ്ട്, EP ഉണ്ട്, മദനിയുണ്ട്. പിന്നെ ഉമരിയാണ്, AP ആണ്, ഐദി തങ്ങളായിരുന്നു, അദ്ദേഹം മരിച്ചുപോയി. ഈ 4 ആൾ ഇപ്പോഴും ഉണ്ട്. ഈ 2 പ്രബന്ധം, ഒന്ന് സക്കരിയ കൊടുത്ത പ്രബന്ധം, ഒന്ന് പിന്നെ ഹനീഫ് കായക്കൊടിന്റെ കൂട്ടത്തില് ഷംസുദ്ദീൻ ബാലത്തിന്റെ, അനസ് മൗലവിന്റെ, മജീദ് സലാഹിന്റെ, ഇവർ 4 ആളും കൂടി വേറൊരു പ്രബന്ധം എഴുതിക്കോ. ഈ 2 പ്രബന്ധവും ഈ 5 ആൾക്കാർ പരിശോധിച്ചു. ഇവരെ 2 കൂട്ടരും വേറെ വേറെ വിളിച്ച് സംസാരിച്ചു. എന്നിട്ട് അവരോട് പറയേണ്ടത് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് ഒരു തീരുമാനം എടുത്തു. അതാണ് 8ാമതായിട്ട് ചെയ്തത്. ആ തീരുമാനം ഇവരൊക്കെ അംഗീകരിച്ചു, എല്ലാവരും ഒപ്പിട്ടിട്ട് ഏകകണ്ഠമായ തീരുമാനം. അത് നമ്മളെല്ലാ ശാഖയ്ക്കും കൊണ്ട് അയച്ചു കൊടുത്തു. ഇത് വായിച്ച് ഇതുമൊരിത് അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞു. നിങ്ങൾ നോക്കി, നിങ്ങളുടെ അടിയിൽ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ എത്ര നടപടി നിങ്ങൾ എടുക്കുമോ? എടുക്കൂല. ഇതൊക്കെ ഈ നേതൃത്വത്തിന്റെ മഹത്വ. ഇതിങ്ങനെ നീണ്ടുപോകുന്നു എന്നൊക്കെ ഒരു പക്ഷെ ഇന്നെപ്പോലത്തോലൊക്കെ എന്തിനത് നീട്ടിക്കൊണ്ടോണെന്നൊക്കെ പറയും. പക്ഷെ ഇവരിതിലെടുത്തിട്ടുള്ള സ്റ്റെപ്പുകൾ എത്രയെന്ന് അറിയും നിങ്ങൾക്ക്. ആ കൂട്ടത്തിൽ നിന്നാണ് ഞങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കുകയും കൂടെ നിൽക്കുകയും ചെയ്യുന്നത്. ഇത് കഴിഞ്ഞാൽ ഇതോടുകൂടി തീരേണ്ടിയിരുന്നു, തീർന്നില്ല. ഇതൊക്കെ അംഗീകരിച്ചു പോയിട്ടും പിന്നെയും പണ്ട് പറഞ്ഞതന്നെ അവിടെയും പറയാം ഇവിടെയും പറയാം, പ്രാർത്ഥിക്കാന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അതേ തന്നെ. അങ്ങനെ കഴിഞ്ഞ് അതിന്റെ ശേഷം വീണ്ടും നമ്മളെ ദാഴിമാരൊരു യോഗത്തില് ഇത് വീണ്ടും വലിച്ചിട്ടു. മുമ്പ് ഈ പ്രശ്നം പിന്നെ ചർച്ചയാക്കിയ ആളുകൾ അങ്ങനെ വീണ്ടും അതിലേക്ക് വലിച്ചിട്ടപ്പോ ആ യോഗം നിയന്ത്രിക്കുന്ന ഒന്ന് സ്റ്റേജിൽ മകനുണ്ട്, അതേപോലെ തന്നെ കുഞ്ഞോമ പറപ്പൂരുണ്ട്. പറപ്പൂർ വന്നിട്ട് ഇവിടെ പറയണ്ടേ, ഇവിടെ ഇത് പറയേണ്ട സ്ഥലമല്ല, നമുക്ക് ഇവിടെ അതല്ല ചർച്ച എന്ന് പറഞ്ഞു.
അപ്പൊ അത് കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു, പിന്നെ രണ്ടാമത്തെ പ്രബന്ധം എഴുതിയ ആളുകൾ അവിടെ ഉണ്ട്. അവര് മദനിനെയും കണ്ട് ഏപ്പിനെയും കണ്ടിട്ട് ഈ വിഷയം വേണമെങ്കിൽ ഒരു ചർച്ചയും കൂടി വെക്കി, ഞങ്ങൾ ഇതിന് തയ്യാറാണ്, ഇനിമേൽ ഇതിൽ അവ്യക്തത ഉണ്ടാകരുത്. ശരി, പിന്നെ വീണ്ടും അതാ ഒരു ചർച്ച വെക്കും. ഫത്വ ബോർഡും ഞങ്ങൾ ജമിയത്തിന്റെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ രണ്ടു കൂട്ടരുടെയും മുമ്പിൽ ഈ രണ്ട് പ്രബന്ധത്തിന്റെ ആളുകൾക്ക് ഈ രണ്ടവസരം അവതരിപ്പിക്കാൻ, മറുപക്ഷത്തെ അംഗീകരിക്കാനോ ഗണ്ണിക്കാനോ ഈ 4 അവസരം കഴിഞ്ഞിട്ട് ബാക്കി അവിടെ ഉള്ളവരൊക്കെ വിവരമുള്ള ആളുകൾ തന്നെയാണല്ലോ, അവനാന്റെ അഭിപ്രായങ്ങളും അവിടെ പറഞ്ഞു. അത് കഴിഞ്ഞു 11ാമത് ജമിയത്തുൽ ഉലമ വീണ്ടും നിർവാഹക സമിതി യോഗം ചേർന്നിട്ട് പിന്നെ ആ യോഗത്തിൽ ഒരു ചർച്ച നടന്നു. ആ ചർച്ചയ്ക്ക് ശേഷം ജമിയത്ത് വീണ്ടും തീരുമാനമെടുത്തു. പഴയ തീരുമാനം അത് വീണ്ടും പ്രഖ്യാപിക്കുവാൻ ആവർത്തിച്ച് പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചു. മാത്രമല്ല, ഈ തീരുമാനം ഇനി നമ്മുടെ പ്രവർത്തകന്മാർക്ക് വിശദീകരിച്ചു കൊടുക്കണം, ജില്ലാടിസ്ഥാനത്തിലും ആവശ്യമുള്ള സ്ഥലങ്ങളിലും എന്ന് KNM-നോട് KJ കൊണ്ട് ആവശ്യപ്പെട്ടു. 11 അപ്പോ അതെ, ആ കൂട്ടത്തിൽ ഞാൻ മറന്നുപോയി പറഞ്ഞു, ഇത് ആരെങ്കിലും ഇനി ഈ തീരുമാനത്തിന് എതിരിൽ സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ അവർക്കെതിരിൽ ഉചിതമായ നടപടി സ്വീകരിച്ച് KJU-വിനെ അറിയിക്കേണ്ടതാണ് എന്നാണ് KJU KNM-ന് നിർദ്ദേശം. അതുകൊണ്ട് തീരണ്ടേ, രണ്ടാമത്തെ വട്ടാണ് ഒരേ തീരുമാനം ആവർത്തിച്ചത്. അതും അത് എല്ലായിടത്തും പിന്നെ സെക്രട്ടറിക്ക് ഒരു കത്ത് കൊടുക്കണം. ആ കത്തില് കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ടല്ലോ. ആയിക്കോട്ടെ, ഞാൻ വെക്കാം, അത് ഒഴിവാക്കിയ അല്ല. പിന്നെ ാത്തവരോടോ സഹായം ചോദിക്കാൻ പാടില്ല. അവിടെ പാടില്ല എന്നല്ല പറഞ്ഞിട്ടുള്ളൂ. അല്ല, എന്തുകൊണ്ട് പാടില്ല? ലിഅന്നഹാ ശിർകുൻ ബില്ലാഹി അസ്സ വജല്ല, അത് അല്ലാഹുവിൽ ശിർക്ക് ചെയ്യലാണ്, പങ്കു ചേർക്കലാണ്. അതാണ് കാരണം പറഞ്ഞത്. അത് അല്ലാത്ത ആർക്കും ഒട്ടും സമർപ്പിക്കാൻ പാടില്ല. ആർക്കല്ലാതെ? ജിന്നിനും പാടില്ല, മലക്കിനും പാടില്ല. ജീവനുള്ള, ഹാജറുള്ള, കഴിവുള്ള മനുഷ്യനോട് ആ മനുഷ്യന്റെ കഴിവിൽപ്പെട്ടത് ചോദിക്കാം. ഏതുപോലെ കൃഷിപ്പണി ഒന്ന് കന്നൂട്ടാൻ വരുമോ ചോദിക്കാം. ആ ചുമര് ഒന്ന് പഠിത്തരാൻ വരുമോ നാളെ ചോദിക്കാം. ഒരു തല്ലുപിടിക്ക് വിടാനോ ഇതിന് പോരുമോ ഒരു യോദ്ധാവ് യുദ്ധത്തിന് ചോദിക്കാം. അവന്റെ കഴിവിൽപ്പെട്ടതാണത്. അപ്പൊ അതല്ലാത്തത് മരിച്ച മനുഷ്യനോട് പറ്റൂല, ഹാജറില്ലാത്തവനോട് പറ്റും. ഹാജറില്ലാത്തവനോട് ഫോൺ കൂടി പറ്റൂല എന്നല്ല, ഇവിടെ നിന്നാണ്ട് പറയാം. സാധാരണ തെങ്ങുമ കയറുന്ന രാമ, ആ തെങ്ങുമ കയറി കുട്ടിക്ക് സുഖമില്ല, ഇളഞ്ഞ് വലിച്ചു കൊടുക്കുന്നു ഇവിടുന്ന് ഇങ്ങനെ പറഞ്ഞാൽ അത് അവിടുന്ന് പിന്നെ മലപ്പുറത്തുനിന്ന് രാമൻ കേട്ടിട്ട് തെങ്ങിന്റെ മുകളിൽ കയറിയാണ് തേങ്ങ ഇട്ട് കൊടുക്കുന്നു വിചാരിച്ച് ഇവിടുന്ന് വിളിച്ചാൽ അത് ശിർക്കാണ്. ഓരോ ഒറ്റ ആളും അതിൽ സംശയിക്കൂല. അതാണ് വായിബി എന്ന് പറഞ്ഞ. എന്നാൽ ജിന്നിന്റെ കാര്യത്തിലോ? അപ്പൊ മനുഷ്യനാണെങ്കിൽ തന്നെ മനുഷ്യനാകണം. 2 ഹയ്യ് ജീവുള്ളവനാകണം, മരിച്ചവനാകാൻ പാടില്ല. 3 ഹാളിറാകണം, ഗായിബാകാൻ പാടില്ല. 4 അയാൾ ഖാദിർ കഴിവുള്ളവനാണ്, അയാളെ കഴിവപ്പെട്ടതാണ് അയാളോട് ചോദിക്കുന്നത്. വഅമ്മൽ ജിന്നു ഫഹുക്മു ഹാദിരിഹിം കഗായിബിഹിം, എന്നാൽ ജിന്ന്, ഹാജറുള്ള ജിന്നിനോട് സഹായം ചോദിക്കുന്നതിന്റെ വിധി തന്നെയാണ് ഹാജറില്ലാത്ത ജിന്നിനോട് സഹായം ചോദിക്കുന്നതിന്റെ വിധി. എന്താണത്? ലാ തജൂസുൽ ഇസ്തിആനതു ബിഹിം ഫീ ശൈഇൻ മിനൽ അശിയായി, ഒരു വിഷയത്തിലും കഴിവപ്പെട്ടത് കഴിവപ്പെടാത്ത ഒരു വ്യത്യാസമല്ല. ഹാജറില്ലാത്ത ജിന്നിനോടും ഹാജറുള്ള ജിന്നിനോടും ചോദിക്കുന്നത് ഒരേ വിധിയാണ്, ഒരു വ്യത്യാസമല്ല. അമ്മൽ ജിന്നു ഫഹുക്മു ഹാദിരിഹിം കഗായിബിഹിം, എന്നാൽ ജിന്ന് ഹാജറുള്ള ജിന്നിനോട് സഹായം ചോദിക്കുന്നതിന്റെ വിധി ഹാജറില്ലാത്ത ജിന്നിനോട് സഹായം ചോദിക്കുന്ന അതേ വിധി തന്നെയാണ്. എന്താണ് ആ വിധി? ലാ തജൂസുൽ ഇസ്തിആനതു ബിഹിം ഫീ ശൈഇൻ മിനൽ അശിയാഇ, യാതൊരു വിഷയത്തിലും അവരോട് സഹായം ചോദിക്കാൻ പാടില്ല. എന്താ കാരണം? ലിഅന്നല്ലാഹ യഖൂൽ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ,
കാരണം അള്ള പറഞ്ഞത് അള്ളഹാനോടേ സഹായം തേടൂ എന്ന് പറയണം എന്നാണ്. വഇദാ സഅൽത ഫസ്അലില്ലാഹ്, നബി പറഞ്ഞത് നീ ചോദിക്കുകയാണെങ്കിൽ അള്ളഹാനോട് തന്നെ ചോദിക്കണം എന്നാണ്. അതുകൊണ്ട് ജിന്നിനോട് ചോദിക്കണ്ട, അത് ശിർക്ക്. ഇത് ഇബ്നു ബാസ് അടക്കമുള്ള ഞാൻ എണ്ണിപ്പറഞ്ഞ ഇവർ ഫുൾ കോറം പുറപ്പെടുവിച്ച ഫത്വയാണ്. അതാണ് ജമിയത്തുൽ ഉലമ ഈ വിഷയത്തിൽ എടുത്ത നിലപാട്. വേറെ ആരോടുള്ള ഒരു വെറുപ്പും ഒരു കാര്യമൊന്നുമല്ല. ഞാൻ ഇത്ര ഇതിങ്ങനെ അല്പസമയം എടുത്തെങ്കിലും പറഞ്ഞത് ഇതിലൊരു അവ്യക്തത ഉണ്ടാവാതിരിക്കാനാണ്. അള്ളാഹു അനുഗ്രഹിക്കും. ബോർഡ് എടുത്തിട്ട് ആരാണ് എവിടെയാണ് നമ്മൾ സേവ് ചെയ്ത് അതിന് നല്ല മനസ്സിലാക്കേണ്ടത്. എന്റെ ഒന്നും സംസാരങ്ങൾക്ക് അങ്ങനത്തെ ക്ലിപ്പ് കാണാൻ കഴിയില്ല. നേരെ മറിച്ച് കേൾക്കേണ്ട ഒരു കാര്യം, പലരും ഈ വൈലക്സിലാണെങ്കിലും എടുത്തുദ്ധരിക്കാറുള്ളത്. നേരെ മറിച്ച് നമ്മൾ 5 കൊല്ലം ആകാത്ത ഇത്രത്തെ പോലെ ദായിമാര് 100 എണ്ണോ 200 എണ്ണോ ഉണ്ട്. നേരെ മറിച്ച് അതൊന്നും ആരും പറയില്ല. നേതൃത്വത്തിന്റെ നേരെ മാത്രമേ നമ്മൾ ബലം ചൂണ്ടുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, അബ്ദുറഹ്മാൻ സലഫി പ്രായം കുറഞ്ഞ ആളാണെങ്കിൽ പോലും എന്റെതും അങ്ങനെ ഞാൻ സംശയം എന്നെ വിളിക്കുന്ന ആളുകളെ ഞാൻ കൈകാര്യം ചെയ്യുന്നു. അപ്പൊ അതെന്താ വെച്ചാല് നിങ്ങൾ ഓരോരുത്തരും തന്നെ സ്വയം ആ കാര്യം ഉൾക്കൊള്ളുക. ഇതിനെപ്പറ്റി നേതൃത്വം വളരെ ബോധവാന്മാരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇറക്കി അവിടുന്ന് സംസാരിക്കണം. ഞാൻ ഒരു കാര്യം ഇമെയിൽ ഒന്ന് നോക്കിയാൽ അതിൽ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള കുറെ കഴിഞ്ഞു. അതുപോലെ എനിക്ക് വന്ന SMS വളരെ വൃത്തിയായിട്ട് നടക്കും. എന്തെല്ലാം ഓരോ തീരുമാനങ്ങളും ഇതിന്റെ ജമിയത്തുൽ ഉലമയുടെ യോഗങ്ങളോ കഴിയുന്ന സമയത്ത് അതുപോലെ പാതിരാക്ക് വിളിക്കുക. ഇവിടുത്തെ പാതിര എന്ന് പറഞ്ഞ കുഴപ്പം കണ്ടില്ല. നമ്മൾ അങ്ങനെ ഇവിടെ ഇതൊക്കെ പണി കഴിഞ്ഞ് പോയിട്ട് റൂമെന്ന് പിന്നെ എന്നെ വിളിച്ചിട്ട് ഉസ്താദ് പറയുകയെന്ന് വെച്ചാൽ എന്താ എന്റെ ചെയ്യേണ്ടത്? ഞാൻ വെച്ച് എന്നൊന്ന് പറയാണ്, നമ്മൾ വലിയൊരു സംസ്കാരമുള്ള ഒരു സംഘടനയിലെ ആളുണ്ട്. തൗഹീദ് പ്രബോധനം ചെയ്യല്ലേ, സുന്നത്ത് പറയല്ലേ, എല്ലാവർക്കും കൂടി കുടുംബം. ആ രോഗമുള്ള ആരാണ് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് ഓനെ വാണി കൊടുക്കുക. അവിടെ ഗ്രൂപ്പും വിഭാഗവും ഒന്നും നമുക്ക് വേണ്ട. നമ്മളെ അന്തസ്സും നമ്മളെ ഇജ്ജത്തും പോക്കല്ല. കേണ്ടല്ലോ യഥാർത്ഥ മാനമാണ് പീഡിപ്പിക്കുന്നതെന്നാലും സലിഫിനെ സംബന്ധിച്ച് പറഞ്ഞ ഈ ജ്യേഷ്ഠന്റെ പ്രശ്നം എന്ന് പറഞ്ഞതൊക്കെ ഇത്ര തുല്യതയില്ലാത്ത പീഡിപ്പിക്കലാണ്. ഗൂഢാലോചന നടത്തിയിട്ടുള്ള പീഡിപ്പിക്കലാണ്. ആരെങ്കിലും പറയൂ, നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ഒരു അനുജൻ, നിങ്ങളുടെ ഒരു ജ്യേഷ്ഠൻ ഇനി നാട്ടിൽ മുഴുവൻ ലോകത്ത് മുഴുവൻ പറയുന്നിട്ട് അതിന് പ്രചരിപ്പിക്കാൻ ആളുകൾ നിൽക്കുക. ഇങ്ങോട്ട് കൂട്ടമായി ഒരു മനുഷ്യൻ എന്താ സെലക്ട് ചെയ്ത് തെറ്റി സെലക്ട് ചെയ്തതിനും പ്രഭു അതിന് വരുന്നോ പാലിച്ചുകൊണ്ടാകാം. അത് ഇന്റെ അടുത്തുണ്ട്. ആ കൂട്ടിക്കാൻ നമുക്ക് ഇടമാണ്. ഇതെല്ലാം ജനങ്ങൾക്ക് ഒരു പരിചയമില്ലാത്ത ആളെ മുന്നിൽ ഇന്ത്യ ആരാന്നറിയുന്ന വെച്ചിട്ട് ഒരുത്തം പറയേണ്ടി വന്നാൽ അത് അയാൾ ആ പറയുന്നതാണ്. എനിക്കറിഞ്ഞോട് ഇയാൾ എന്തായിരുന്നു അള്ളാന്റെ അടുത്ത് അതിന്റെ ശിക്ഷ. മലിനീകരമായ ഏതൊരു
വിദ്യാർത്ഥികളിൽ നിന്ന് അവരെ മാറ്റാനും എത്ര ശക്തമായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരന്മാർ, സെൽഫി പോലുള്ള ആളുകൾ. ഈ ആളുകളെ എന്ന് തുടങ്ങിയത് ചുരുങ്ങി വരല്ല പറഞ്ഞെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങൾ നടന്നു പോയിട്ടുണ്ട്. ഇങ്ങനെയുള്ളൊരു സമീപനം സ്വീകരിക്കാൻ അതൊന്ന് അവസാനിപ്പിക്കണം എല്ലാവരും കൂടിയിട്ട്. അല്ല, ഞങ്ങൾ വന്നുകഴിഞ്ഞാൽ അതിനാണ് ഇതൊന്ന് പറയണം. കുറച്ചൊരു നല്ല മനസ്സുള്ള അള്ളാനെ പേടിയുള്ള ആളുകളെങ്കിലും ഇതിന്ന് ഒഴിവാകും. പിന്നെ ഒരുത്തൻക്ക് ചെയ്തേ അടങ്ങുള്ളൂ നിൽക്കുക. എന്താ ഒത്ത നിസ്കരിച്ചിട്ട് കാര്യം? എന്താണോ ഇത്? പിന്നെ അള്ള ചിലപ്പം നമ്മൾക്ക് അമല് പറഞ്ഞാലല്ല, മറ്റുള്ളവരെ അമല് കുറച്ച് നമുക്ക് തരാൻ വേണ്ടിയിട്ട് അന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അതായിരിക്കും എന്നുള്ളതാണ് അതിലൊരു ആശ്വാസമുള്ള ഒരു കാര്യം. വളരെ വ്യക്തമാണ് ആ ഹദീസ് ഇങ്ങനെ വായിച്ചാൽ. അപ്പൊ അതിൽ വലിയ വിഷമിച്ചിട്ട് കാര്യമില്ല. പക്ഷെ പ്രസ്ഥാനം ഇടിച്ചു താഴ്ത്തപ്പെടുക ഇതിൽ നോക്കിയാലൊക്കെ. അപ്പൊ ആ കാര്യത്തെ സംബന്ധിച്ച് അത്രയേ ഉള്ളൂ. എന്തായിരുന്നാലും ഈ ഇപ്പോൾ നിങ്ങൾ ഉള്ള സംശയങ്ങളൊക്കെ തീർത്തു പോകാനൊക്കെ നമുക്ക് കഴിയില്ല. ഞങ്ങൾക്കും അത് വിശദീകരിക്കാനില്ല. കുറെ എന്തൊക്കെ ഉണ്ട്. ഈ കാര്യങ്ങളിലെ മർമ്മമായ കാര്യമാണ് ഇപ്പൊ നമ്മൾ അതിനെ വിവരത്തിന് വേണ്ടി പറഞ്ഞത്. അതിൽ ഏറ്റവും പ്രധാനമായ ഒരു കാര്യം കൂടി പറയട്ടെ. പിന്നെ നമ്മുടെ സക്കരിയ സലാഹിയുടെ പേരിലുള്ള നടപടി ഇയെ സംബന്ധിച്ചുള്ള ഒരു ചോദ്യമുണ്ട്. സക്കരിയ സലാഹിന്റെ പേരിൽ പിന്നെ ഈ വിവരണമൊക്കെ പറഞ്ഞല്ലോ. ഇങ്ങനെ നമ്മളെ പൊതുദായകത്തിന് ഈ ജിന്നും പിശാചും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും പറഞ്ഞിട്ട് ഒരു പുതിയ കുറച്ച് കാലമായിട്ട് അദ്ദേഹത്തിന്റെ സംസാരങ്ങളിലും അത് വെറുതെ അദ്ദേഹത്തിന് തന്നെ കൊടുക്കാൻ വേണ്ടി അത് പറയാം, സദസ്സിന് വെറുതെ ചോദിക്കുക. ചിലർക്ക് ഇത് ഹരാണ്, ദീനെന്ന് പറഞ്ഞിട്ട് പിന്നെ പ്രശ്നം ഉണ്ടാക്കല്. അയാൾ മര്യാദയ്ക്ക് പ്രസംഗിക്കാൻ വന്ന് പോകാണെങ്കിൽ അതിന്റെ ഇടയിൽ ഒരു ചോദ്യം ആലോചിച്ചു, അത് കിട്ടി, അതിന് മറുപടി പറഞ്ഞു, അത് ക്ലിപ്പാക്കി, എന്നിട്ട് അത് ഇങ്ങനെ കൊത്തി നടക്കുക. ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. അങ്ങനെ ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ ഓരോ പീഡിയ കൊലായ്മകളും ബസ്സിലും യാത്ര ചെയ്യുന്നിടത്തും കല്യാണപ്പുരയിലും മരിച്ചോടത്തും ഒക്കെ പരിചയം ചെയ്താലും നമ്മളെ സംബന്ധിച്ച് പരിഹസിക്കുകയും ചെയ്യും. നമ്മളെ സംബന്ധിച്ച് ഇപ്പം പ്രബോധത്തിൽ നമ്മൾ ലേഖനങ്ങൾ വായിച്ചല്ലോ, ഇപ്പം ശബാബിൽ വരുന്നു. പിന്നെ ഇന്നലെ പത്രപ്രതിനിധികളെ ഞങ്ങളോട് ചോദിച്ചു. പിന്നെ ഓരോരുത്തരും ഇതിന് എന്താ ഇത്ര മഹത്തായ എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്ന ഒരു പ്രസ്ഥാനം എന്താ ഇങ്ങനെ പരിഹസിക്കപ്പെടുന്നത്? അപ്പൊ ഇതിന് സക്കരിയ സലാഹിയെ സംബന്ധിച്ച് ഞാനിത് പറയാൻ പാടില്ല എന്ന് പറയുന്നത് എന്തായാലും സക്കരിയ സലാഹിനെ സംബന്ധിച്ച് ഒരു നടപടി എന്നുള്ള നിലക്കല്ല, ഒരു സ്വാഭാവികമായി സംഘടനാ മര്യാദ എന്നുള്ള നിലക്ക് ഇങ്ങനെ നടക്കുന്നത് കൊണ്ട് ഇങ്ങനെ ചില വാദങ്ങളും നടക്കുന്നുണ്ട്. ഇന്ന സ്ഥലത്ത് പറഞ്ഞു, ഇന്ന സ്ഥലത്ത് പറഞ്ഞു എന്ന് പറയും. ചില കാര്യങ്ങൾ ഞങ്ങൾ അനുഭവത്തിലും പെട്ടതുകൊണ്ട് അയാളോട് ഒരു വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. ആ വിശദീകരണം ചോദിച്ചതിന് ഇവിടെ ഒക്കെ ഉള്ള പുക പോലെ എന്താ നടപടി എടുത്തത്? നിങ്ങൾ ആരാ നടപടി എടുക്കാൻ? നിങ്ങൾ പിന്നെ എന്താണ് അയാൾ ചെയ്ത തെറ്റ്? അയാൾ അങ്ങനെ എന്തിനാണ് അങ്ങനെയൊക്കെ ഇതാക്കേണ്ട ആവശ്യം? അമിതമായ ആവേശം ഒരു പ്രസ്ഥാനത്തിനും നേതൃത്വത്തിനും ഇല്ലാത്ത ഒരു ആവശ്യത്തിനാണ്. ഞങ്ങൾക്ക് സക്കരിയ സലാഹിനെ അറിഞ്ഞുകൂടെ? അയാൾ ദൈവത്തിന്റെ രംഗത്ത് എത്ര സേവനങ്ങൾ അയാൾ അർപ്പിച്ചിട്ടുണ്ട്, എത്ര അയാൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും പാകപ്പിഴകൾ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അവരെ ഒന്ന് ശരിയാക്കി കൂട്ടിപ്പിടിക്കാനല്ലേ നോക്കുക. അത് ഞങ്ങളല്ലേ നോക്കേണ്ടത്, വേറെ ആരെങ്കിലാണോ? ഞങ്ങളല്ലേ നോക്കേണ്ടത്? ഞങ്ങളെ വിദ്യാർത്ഥികളാണ്. സക്കരിയ സലാഹി എന്നൊക്കെ പറഞ്ഞ ഞങ്ങളെക്കാൾ വളരെ ഇളയ ഞങ്ങളെ വിദ്യാർത്ഥികൾ ശരിക്കുന്ന വിദ്യാർത്ഥിയാണ്. ഈ നിലക്ക് അയാളെ എങ്ങനെയെങ്കിലും കൂട്ടിപ്പിടിക്കാനല്ലേ ശ്രമിക്കണം. ഞങ്ങൾ ഒന്നായിട്ട് ഇന്ന് ഞാൻ ഓർക്കാണ്, അവസാനം ഇത് ശിർക്കാണോ അല്ലേ എന്നുള്ള ചർച്ചയിൽ മുഴുവൻ ആളുകളും അത് എത്തി. ഇയാള് മാത്രം ശിർക്കിലേക്കുള്ള വഴിയോ ഹറാമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചെറിയ ഒരു നിങ്ങൾ എന്തായിരുന്നാലും ഞാൻ ചോദിച്ചു, സക്കരിയ, ഇത് ജനങ്ങളെ ഇങ്ങോട്ട് ഇതുകൊണ്ട് എന്താ ഗുണം കിട്ടാൻ പോണെന്ന്? ഇത് ചെയ്യാൻ ഏതായാലും പാടുണ്ടോ? ചെയ്യാൻ പാടില്ല, ഹറാമാണ് ഹറാമാണ്. ഇന്നാ പിന്നെ എന്തിനാ നമ്മളെ സമയം ചെലവഴിച്ചിട്ട് വെറുതെ അത് വാദം പറഞ്ഞു? എന്തെങ്കിലും പുണ്യം ജനങ്ങൾ ചെയ്തോട്ടെ എന്നല്ലേ വേണ്ടി. അതുകൊണ്ട് നീ ഇതിൽ ഒപ്പിടും. ജനങ്ങൾ നമ്മളെല്ലാവരും പണ്ഡിതം യോജിച്ചു നിൽക്കുന്നു എന്നുള്ളത്. അതിനോട് ഞാൻ ഒപ്പിടില്ലാന്ന് പറഞ്ഞു വെച്ചായിരുന്നു. മൗലവിയും എല്ലാവരും കൂടി അവനെ പറഞ്ഞു ധരിപ്പിച്ചു. ഒരു കാര്യം കരുവിൽ മുഹമ്മദ് എനിക്കറിയുള്ള വളരെ 100 വയസ്സ് 102 വയസ്സൊക്കെ ഇപ്പോഴും ഒരു ബുദ്ധിക്കൊന്നും ധാരാളം സംഭവിച്ചില്ല. കരഞ്ഞു പറഞ്ഞവനോട്
ഈ ശിർക്കാണ് കേട്ടോ. നമ്മളെ മറ്റു അഭിപ്രായ വ്യത്യാസം പോലെ ഉള്ളത്. ഇത് ശിർക്കാണോ അല്ലേ എന്നുള്ള ചർച്ചയാണ്. ഇതിൽ എല്ലാ പണ്ഡിതന്മാരും ഫത്വ ബോർഡും കൂടി ചേർന്നിട്ടാണ് എല്ലാ പണ്ഡിതന്മാരും ശിർക്കാണെന്ന് പറയാ. നിങ്ങൾ മാത്രം ഇത് ശിർക്കല്ല എന്ന് പറയുകയാണെങ്കിൽ പിന്നീട് വരുന്നതിനൊക്കെ ഉത്തരവാദി നീയാവും. നിന്നെ അതിലേക്ക് ചേർത്തി പറയും. അപകടമാണ് സക്കരിയ എന്ന് ഞങ്ങൾ ബോധവൽക്കരണം നടത്തുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. അല്ലെങ്കിൽ ഓൻ അങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഓന്റെ പേരിൽ നടപടി എടുക്കാൻ ആരെങ്കിലും ഗൂഢാലോചന നടത്തുകയാണെങ്കിൽ എളുപ്പം എന്താ ഓനെ ഇതിൽ ഒപ്പുവെക്കാതിരിക്കില്ല. ഓനെ ഇത് ഒപ്പുവെക്കാതിരിച്ചല്ലേ നല്ലത്. യഥാർത്ഥത്തിൽ ഒപ്പ് വെച്ചിട്ട് അതിന് രക്ഷപ്പെടുത്തുകയാണ്. എങ്ങനെയും രക്ഷപ്പെടുത്തിയിട്ട് ഒരു ജമിയത്തുൽ ഉലമയുടെ നിലപാടിനനുസരിച്ച് ദഅവത്ത് നടത്തുന്ന ഒരു ശൈലി സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അത് ഒപ്പുവെച്ച് ഒക്കെ കഴിഞ്ഞ് എല്ലാം പോയി ഞങ്ങൾ സമാധാനമായിട്ട് നിൽക്കുകയാണ്. ആരും പിടിച്ച് എന്തെങ്കിലും ചെയ്യാനുള്ള യാതൊരു വിധത്തിലുള്ള ഇതുമില്ല. അങ്ങനെയാണെങ്കിൽ അവിടെ സ്പീഡ് വെക്കിപ്പോ അവിടെ അവസാനമായിട്ട് നടന്ന ചർച്ചയിൽ കരഞ്ഞുകൊണ്ട് സെലഫി പറഞ്ഞു ക്രിയ ഞാൻ എന്റെ ഒരു വിദ്യാർത്ഥി എന്നുള്ള എനിക്ക് തന്നെ ഞാൻ പറയട്ടെ. എന്നിട്ട് വളരെ ശക്തമായിട്ട് പറഞ്ഞു ഈ വാദങ്ങൾ ഇത് ഇറങ്ങിയാൽ അള്ളാന്റെ ഉത്തരം പറയേണ്ടി വരും. ജനങ്ങൾ അന്നെയാണ് ഈ കാര്യത്തിൽ ഈ പറഞ്ഞിട്ടാണെന്നാ പറയാ. അതുകൊണ്ട് വളരെ ആലോചിച്ചിട്ട് വേണം എന്നൊക്കെ പറഞ്ഞ് ഒരു ഏറെക്കുറെ നിർബന്ധ രൂപത്തിൽ ഞങ്ങൾക്ക് എന്തിനെങ്കിലും നിർബന്ധിക്കണം. നമ്മുടെ സംഘടന പ്രസ്ഥാനത്തിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ്. ഇത് തൗഹീദ് പ്രബോധനം ചെയ്യുന്ന ഒരു സംഘടനയാണ്. ആ നിലക്കൊക്കെ ചെയ്ത് ഒപ്പിട്ടു കഴിഞ്ഞു. നല്ലൊരു സന്ദർഭം, നല്ലൊരു അവസരം ഉണ്ടായി. ഒരു കൊച്ചുകാലം ഇങ്ങനെ അതിന്റെ ഇടയിൽ അപ്പൊ അന്ന് അതിന് നേരത്തെ നമ്മൾ എടുത്തൊരു നിലപാടുണ്ട്. ഈ വിഷയത്തിൽ അമാനിമൗലിന്റെ അഭിപ്രായങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ നമ്മൾ പറഞ്ഞല്ലോ. എന്തായിരുന്നാലും പൊതുജാഗ്രതത്തിൽ ഇത് ഉപയോഗിക്കരുത്. നാടന്മാര് സാധാരണ വിവരം കുറഞ്ഞ നാടന്മാരുടെ ഇടയിലേക്ക് ഇത് വിട്ടുകൊടുത്തിട്ട് ശരിക്ക് പ്രതിപാദിക്കപ്പെടുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ട് അത് ചെയ്ത് പണ്ഡിതന്മാരുടെ ചർച്ച ഇനി എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടോ അത് പറഞ്ഞു കൊണ്ടുപോയി അത് എപ്പോഴും നിങ്ങൾ മുമ്പ് ഞാൻ പറയട്ടെ. നമ്മൾ തീരുമാനങ്ങൾ നമ്മളിവിടെ ബുക്കിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ജമിയത്തുൽ ഉലമ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. തെളിവിന്റെ അടിസ്ഥാനത്തിലാണ്. അത് ശരിയല്ല എന്ന് തോന്നുന്ന ഏതെങ്കിലും ഒരു പണ്ഡിതൻ അങ്ങനെ തന്നെ ഉപയോഗിക്കുന്നത്. ആർക്കെങ്കിലല്ല, ആരെങ്കിലും എഴുതി തരുന്ന കാര്യമല്ല. ഒരു പണ്ഡിതൻ പഠിച്ചുകൊണ്ട് അത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എഴുതിക്കൊള്ളു. ജമിയത്തുൽ ഉലമക്ക് എഴുതിക്കൊണ്ട് നിങ്ങൾക്ക് ഉറപ്പല്ല. ആ ജമിയത്തുൽ ഉലമ അത് വെച്ചുകൊണ്ട് ചർച്ച ചെയ്യും. എന്നിട്ട് അത് സ്വീകാര്യമാണോ അല്ലേ അള്ളാനെ പഠിച്ചിട്ടാണല്ലോ ചെയ്യുന്നത്, അല്ലാതെ ഒരാളെ തന്നെയല്ലോ. നമുക്ക് തെറ്റുപറ്റും, നമ്മൾക്ക് തെറ്റുപറ്റും. എല്ലാവർക്കും എന്തായാലും സംശയമുള്ളത് അത് തിരുത്തും. അങ്ങനെ ഒന്നിനു വേണ്ടി കാത്തുനിന്നൂടെ എനിക്ക് ഇവിടെ ഒരു നടപടിയും ആയിട്ടില്ല. ഇങ്ങനെ ഈ ഇത് നിൽക്കുന്നതിന്റെ ഇടയിലാണ് പുളിക്കൽ ഒരു പ്രസംഗം നടന്നു. ഒരു സംഭവം മാത്രം ഞാൻ നിങ്ങൾ പറഞ്ഞ ബാക്കി പറയുന്നില്ല. പുളിക്കൽ നമ്മുടെ ലൈറ്റിന്റെ പരിപാടിയാണ്. ആ പുളിക്കൽ ഏതാണ്? ജമിയത്തുൽ ഉലമയുടെ ആസ്ഥാനം. പിന്നെ നമ്മുടെ പ്രസിഡന്റ് ഉണ്ണൂറ്റി മൗലവി, നരിക്കുത്ത് മുഹമ്മദ് മൗലവി, അതേപോലെ MCC അബ്ദുറഹ്മാൻ മൗലവി, ഇവരുടെ ഒക്കെ പ്രവർത്തന കേന്ദ്രമായി ജമിയത്തുൽ ഉലമയുടെ ആസ്ഥാനമാണ് ആ പ്രദേശം. 100% മുജാഹിദുകൾ മാത്രമുള്ള പുണ്യകൾ ഒരു ദൈവത്തിൽ കൂടി അറിഞ്ഞാൽ ധൈര്യപ്പെടാത്ത ഒരു പ്രദേശമായിരുന്നു അത്. അത്ര ആ നാട് ഫതഹായ തൗഹീദിന് ഫതഹായ നാടാണ്. ആ നാട് അഭയം നൽകിയതാണ് പണ്ഡിതന്മാർക്ക്. സുന്നി ഇങ്ങോട്ട് വന്ന എല്ലാ പണ്ഡിതന്മാരും അവിടെ ഒത്തുകൂടി വളരെ പ്രസിദ്ധമായ കേന്ദ്രമാണത്. മദീനത്തുൽ അറബി കോളേജ് വന്നതിന് ശേഷം ജാമിയ സലഫിയ അവിടെ വന്നു. ഇതൊക്കെ വഖഫ് സ്വത്തുക്കൾ ഇതിനു വേണ്ടി ഇങ്ങനെ പഠിപ്പിക്കുന്നതിന് വേണ്ടി നൽകിയതാണ്. ആ സ്ഥലത്തുള്ള കുട്ടികൾ ഇങ്ങനെ വിദ്യാഭ്യാസം നേടി ഒരു നല്ല സാഹചര്യമുള്ള ഒരു നാടായിരുന്നു അത്. ആ നാട്ടിലെ 2-3 ഫിത്തനകൾ ഉണ്ടാക്കി. ഇങ്ങനെ അടിച്ചിറക്കലുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് 2-3 ഫിത്തന അവിടെ ഉണ്ടായി. അതിന് നമ്മളെ ഒലിമ്പി അങ്ങാടിയിൽ വന്നിട്ട് ആര് മടപൂരികൾ വന്നു, സുന്നികൾ വന്നു, എല്ലാവരും വന്നു. നമുക്കൊരു മറുപടി പറയാൻ പോലും നമുക്ക് കഴിയാത്തൊരവസ്ഥ ഉണ്ടായി. കാരണം നമ്മുടെ കുട്ടികൾ നമ്മുടെ ആളുകളാണ് പറയുന്നത്, ഇത് ചെയ്യുന്നത്. നമുക്ക് എന്ത് പറയാൻ കഴിയും? ഇങ്ങനെയുള്ള ഒരു അവസ്ഥ അവിടെ ഉണ്ടായി. ആ പ്രദേശത്ത് വെച്ചിട്ടാണ് നമ്മുടെ ലൈറ്റിന്റെ പരിപാടി. ലൈറ്റിന്റെ പരിപാടി എന്ന് പറഞ്ഞാൽ അതും നിങ്ങൾ ആലോചിക്കുന്നു. അത് ISMന്റെ നമ്മുടെ KNMന്റെ ക്യാമ്പയിൻ കഴിഞ്ഞു, MSMന്റെ വലിയ സമ്മേളനം കഴിഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞപ്പോ ISMന്റെ പേരും പെരുമയും പുറത്ത് കുറച്ചൊരു നിഷ്പ്രഭമായി മറ്റൊരു ISM എന്ന് പറയാൻ തുടങ്ങി.
മറ്റൊരു ISMന്റെ പേരിൽ പരിപാടിയാണ്. അതുകൊണ്ട് നമ്മൾ ISMനെ കൂടുതൽ സജീവമായി പ്രവർത്തന രംഗത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് KNM അതിന്റെ സംയുക്തമായ എക്സിക്യൂട്ടീവിൽ രൂപം കൊടുത്ത രൂപരേഖ അനുസരിച്ചാണ് ഈ ലൈറ്റ് പരിപാടി വരുന്നത്. അത് KNM ISM MSM എല്ലാവരും കൂടി സഹകരിച്ചുകൊണ്ട് ഒരു ചെറിയ പ്രദർശനവും വെച്ചുകൊണ്ട് മാതൃകാപരമായി കേരളത്തിൽ മുഴുവൻ നടത്തി. അതിന്റെ ഏറെക്കുറെ ഏറ്റവും സമാപനമായിട്ടാണ് പുളിക്കൽ നടക്കുന്നത്. പുളിക്കൽ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരും വന്നു, ഓരെല്ലാവരും കൂടി ആലോചിച്ചു എല്ലാ പണ്ഡിതന്മാരും ഇതിൽ പെടുത്തണം. ഇപ്പൊ ഈ ഭിന്നിപ്പൊക്കെ ഉണ്ടെന്ന് പറയുന്ന പണ്ഡിതന്മാരെല്ലാവരും പെടുത്തണമെന്ന് എല്ലാവരും വിളിച്ചു. ആ പ്രഗത്ഭരായ പണ്ഡിതന്മാരെ മുഴുവൻ വിളിച്ചു. അതിന്റെ യോഗത്തിലെ പരിപാടികളൊക്കെ കഴിഞ്ഞ് അവസാന സമാപന സമ്മേളനം. ആ സമാപന സമ്മേളനത്തിൽ ആളുകൾ നിറഞ്ഞൊഴിച്ചു. അതിൽ പങ്കെടുത്ത ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഓർക്കുണ്ടാവും. ഒരു വലിയ ഒന്നാം മുജാഹിദ് സമ്മേളനം നടന്ന സ്ഥലമാണല്ലോ അത്. എല്ലാവരും സന്തോഷപൂർവ്വം വന്നു. ഈ അഭിപ്രായങ്ങളൊന്നുമില്ല. അപ്പം എല്ലാവരും യോജിച്ചിരിക്കുന്നു. വളരെ ഐക്യത്തോടുകൂടെ മുജാഹിദ് പ്രസ്ഥാനം നീങ്ങുകയാണ് എന്ന് വിചാരിച്ച് പരിപാടി കൊടുത്ത അതിന്റെ സമാപന യോഗത്തിൽ അതിന്റെ അധ്യക്ഷൻ PN അബ്ദുൽ ലത്തീഫ് മൗലവിയാണ്. അല്ല, അവിടുത്തെ നമ്മുടെ ഒരു വലിയ പണ്ഡിതനാണ്, നമ്മൾ വലിയ പ്രവർത്തകരാണ്. അദ്ദേഹം അധ്യക്ഷനായിരുന്നു. അദ്ദേഹം ഉദ്ഘാടകനായിട്ട് ഞാനാണ് ഉണ്ടായിരുന്നത്, നോട്ടീസിലുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് അവിടെ പ്രസംഗിക്കാറുണ്ട്. അവിടെ നമ്മുടെ സലാഹി അബ്ദുൽ മജീദ് സലാഹി ആണ് ആദ്യമായിട്ടുള്ളത്. നമ്മുടെ ഹനീഫ് കായക്കുടി, സക്കരിയ സലാഹി, അബ്ദുറഹ്മാൻ സലഫി, എല്ലാവരും ഇങ്ങനെ ഇടയിൽ വെച്ചിട്ടുള്ളൊരു പരിപാടി. ആളുകൾക്ക് ആവേശമുണ്ടായി. നമ്മളായിട്ടല്ല ജനങ്ങൾ ആഗ്രഹിക്കുന്ന കുറച്ചോടെ ഇതൊന്ന് തീർന്ന് എല്ലാവരും ഇങ്ങനെ ഈ ദാവത്തിൽ ഐക്യത്തോടുകൂടി നിൽക്കുന്ന ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. നമ്മൾ ഇടയിലാണ് ചില ആളുകൾ ഇതിങ്ങനെ തിരികെ അവസാനിച്ചെന്ന് കാണുമ്പോൾ ഒന്നുകൂടി എന്തെങ്കിലും ഒരു ഇത് വിട്ട് ഒരു ഫിത്തന നടക്കപ്പോ ഞങ്ങളിവിടെ വന്നതില് ഞങ്ങൾ എല്ലാവരോട് വരുന്നത് പഠിച്ചോനെ ഇതൊരു ഫിത്തനയായി വരരുത്. ഇപ്പൊ ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ, ഇപ്പൊ ഞാനിവിടുന്ന് പറഞ്ഞ ഒരു വാക്ക് വെട്ടിയെടുത്തിട്ട് നാളെ ആരൊക്കെ എന്തൊക്കെ ഉപയോഗിക്കാൻ എനിക്ക് അറിഞ്ഞില്ല. അള്ളാഹു കൊടുത്തല്ലാതെ അതിന് വേറൊന്നും പറയാനില്ല. അത് ഒരിക്കലും ഒരു മുസ്ലിമിന്റെ സംസ്കാരവുമല്ല. അങ്ങനെ ഈ യോഗത്തിൽ ഞാൻ എന്റെ പ്രസംഗം, ഞാൻ പുളിക്കലിന്റെ ചരിത്രവും മറ്റു കാര്യങ്ങളും ഞാനിപ്പോൾ പറഞ്ഞ മാതിരി ഞാൻ അവിടെ പഠിച്ചു വളർന്ന ആളാണ്. എന്റെ എല്ലാ നിലക്കുള്ള ബന്ധങ്ങളുള്ള നാടാണ്. അവിടുത്തെ മത്സരികൾ അറിയാം. MCC അദ്ദേഹത്തിന്റെ അവസാനത്തെ ബാച്ചിൽ അഫ്സലിന് പാസ്സായതാണ്. അദ്ദേഹമാണ് എനിക്ക് ആദ്യമായി ജോലി നൽകിയത്. അത്ര കടപ്പാടുകളുണ്ട് ആ പണ്ഡിതന്മാരുടെ അവിടെ ഇങ്ങനെ ഫിത്ന ആരംഭിച്ചു വരുമ്പോൾ വളരെ വേദന ഉണ്ടായി. പക്ഷെ ഇങ്ങനെ അത് വന്നപ്പോൾ ആത്മാർത്ഥമായിട്ട് തന്നെ അതിൽ പങ്കെടുത്ത് സംസാരിച്ചു. ജനങ്ങൾക്ക് തൃപ്തിയായി. അത് കഴിഞ്ഞ് അധ്യക്ഷൻ PN നല്ല നിരക്ക് അന്തസ്സായി പ്രസംഗിച്ചു. അത് കഴിഞ്ഞു. പിന്നീട് മജീദ് സലാഹിയാണ് PN പറഞ്ഞു, ഇവിടെ ആ വിഷയം കൊണ്ടുവരരുത്, ആ വിഷയം കൊണ്ട് നേരെ സംസാരിക്കരുത്. മജീദ് സലാഹി പ്രസംഗിച്ചു. ഹനീഫ് കായക്കുടി അതേപോലെ അവരോടൊക്കെ മുന്നറിയിപ്പായി. ജക്കരിയ വന്നു. ജക്കരിയനോട് പറഞ്ഞു, ഈ വിഷയം ഇവിടെ സംസാരിക്കരുത്, വിവാദം ഉണ്ടാക്കരുത്, ജനങ്ങളൊന്ന് ഒരു ഐക്യപ്പെട്ട് എല്ലാവരും യോജിച്ചിട്ട് പോട്ടെ, പ്രസ്ഥാനം ഞങ്ങളെല്ലാവരും കൂടി എടുത്ത ഒരു നിലപാടൊക്കെ ഉണ്ടല്ലോ എന്ന് ഓർമ്മപ്പെടുത്തിയത് ജക്കരിയ സലാഹിന്റെ പ്രസംഗം വന്നു. അയാൾ പ്രസംഗിച്ചു. ഏറെക്കുറഞ്ഞിട്ട് അവസാനത്തിലേക്ക് വന്നപ്പോൾ 1/2 മണിക്കൂർ നേരം ഈ കേരള ജമിയത്തുൽ ഉലമയുടെ നടപടിക്രമങ്ങളെയും തീരുമാനങ്ങളെയും ഒക്കെ എന്നിട്ട് അതിന്റെ വീക്ഷണത്തിന് അത് ശരിയല്ലെന്നും അതിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് പ്രസംഗിച്ചു. എന്തൊക്കെയെന്ന് ഞാൻ വിവരിക്കുന്നില്ല, അത് കാരണം ഒരു അന്വേഷണത്തിൽ പെടുന്ന ഒരു കാര്യമാണ്. ഇതിന്നിപ്പോ പറഞ്ഞത് ശരിയല്ല എന്ന് എന്റെ മനസ്സിൽ തോന്നുന്നത്. പക്ഷെ നിങ്ങൾ ആരും സമ്മതിക്കില്ല. അതിന് മുമ്പ് എന്റെ ചോദ്യം ഇടപെടലുകളും അല്ലെങ്കിൽ ഞങ്ങള് ശരിയാക്കിക്കാളും നിനക്കുള്ള ഇവിടുത്തെ അല്ല, പല സ്ഥലത്തുള്ള കുട്ടികൾ ഇങ്ങോട്ട് നടപടിയെടുക്കുന്നു. ഇന്നലെ കിട്ടിയൊരു കത്തിന് അങ്ങോട്ട് നടപടിയെടുക്കുന്നു. അവരുടെ നിങ്ങൾ നോക്കിയാൽ ബുദ്ധി എവിടേക്ക് പോകണമെന്നില്ല. ഞങ്ങളെ ജമിയത്തിനും 15 ദിവസത്തിനുള്ള മറുപടി ഒന്നില്ലെങ്കിൽ നിങ്ങളെ ശരിയാക്കി തരാം. ഇങ്ങനത്തെ ആളുകളെ വെച്ച് നമുക്ക് സംഘടന ഉണ്ടാവുകയില്ല. നമ്മൾ ശത്രുക്കൾ പരിഹസിക്കാതെ ഇരിക്കട്ടെ ചെയ്യട്ടെ. അതും കാത്തു നിന്നിട്ട് എല്ലാത്തിനും ഉണ്ടാകുന്ന ഈ സ്ഥാനത്തിൽ നിൽക്കണേ ഇറങ്ങി പോകേണ്ട നമ്മൾ. എന്തിനാണ് ഇതിനെ നശിപ്പിക്കൽ തൗഹീദിന്റെ ഈ പ്രബോധന സംഘത്തെ? എന്നിട്ട് സക്കരിയ സലാഹിയുടെ ആ പ്രസംഗം വളരെ മോശമായ നിലക്ക്, മോശം തന്നെ ഇന്നലക്ക്
ഒരു യോജിപ്പിന്റെ മാർഗത്തെ അടക്കുന്ന തരത്തിലും ജമിയത്തിന്റെ തീരുമാനത്തിന് വിരുദ്ധമായ നിനക്ക് നടത്തിയപ്പോ സലിച്ച് അവൻ ഇത് കേട്ടുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. തെക്കിരിയത്തിലെ ആ പ്രസംഗം കഴിഞ്ഞാണ്ട് പോയി. സലഫി അതിന് മറുപടിയാണ് കൊടുത്തായിരിക്കും. ആരായിരുന്നാലും ഇപ്പൊ ഞങ്ങൾ ആരെങ്കിലും കേട്ടാൽ ജമിയത്തുൽ വേണ്ടി തീരുമാനത്തെ പരസ്യമായി ചോദ്യം ചെയ്താൽ അതിനെ വിമർശിക്കാൻ, അത് വിമർശിച്ചതോടുകൂടെ എന്തായി? ആ സദസ്സ് തലതാഴ്ത്തി, എല്ലാരും തലതാഴ്ത്തി. പോകുമ്പോൾ ഒരു ഈമാനും പൊളിച്ച് പ്രകാശം ആരുടെയും മുഖത്തില്ല. ഈ അനുയായികൾ എന്ന് പറഞ്ഞ ആൾക്കാർ ആരും മുഖത്തില്ല, വെറുതെ ഇരുന്ന് ഇത്തരവാക്കിയ ആൾക്കാർക്കെതിരില് അത് യഥാർത്ഥത്തിൽ അതിനോട് ഒരു ഉദാഹരണത്തിലുണ്ട്. ഇങ്ങനെയുള്ള ഒരവസ്ഥ അവിടെ ഉണ്ടായി. അത് ജമിയത്തുൽ അതിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ വ്യക്തമായും വളരെ അപകടകരമായ ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, വേറൊന്നും വേണ്ട, വീട്ടിൽ നടപടി എടുക്കുകയെ വേറൊന്നും ചെയ്തില്ല. അതിന്റെ ഒരുപാട് ക്രമങ്ങൾ കഴിഞ്ഞതാണല്ലോ. അവിടെ ഒരു തീരുമാനമെടുത്ത് സെക്രട്ടറി വിളിച്ചിട്ട് ഈ ഇതിന്റെ വിശദീകരണം തുടങ്ങി. സാധാരണ ഇല്ലല്ലേ, ഏത് സംഘടനക്കും ചെയ്യാൻ പറ്റുന്നതല്ലേ. സംഘടനയുടെ അധീനനായിട്ട് നമ്മൾ ആരും ഇല്ലല്ലോ. ഉമർമൗദീനടക്കം ചോദ്യം ചെയ്തില്ല നമ്മള്. അതിനേക്കാളും വലിയതാണ്. പലരും ഇതാക്കിയിട്ടുണ്ട്. അങ്ങനെ വളരെ മര്യാദക്കുള്ള ഒരു കത്ത്. ഇവിടെ കത്തിന്റെ പല കോലമുണ്ട് കേട്ടോ പലയിടത്തും. ഞങ്ങളെ കത്ത് ഒറ്റ കത്ത്, അതിനൊന്നുമില്ല. ഇത് ജമിയത്തുൽ നിലപാടിന് വിരുദ്ധമായി താങ്കൾ ഇങ്ങനെ പൊളിക്കൽ യോഗത്തിൽ വെച്ച് പ്രസംഗിച്ചതായി പിന്നെ തുടർന്നും ആ പ്രസംഗം നടത്തുന്നതായിട്ടും മനസ്സിലാക്കുന്നു. ഇതിനെ സംബന്ധിച്ച് ഒരു 15 ദിവസത്തിനുള്ളിൽ ഒരു വിശദീകരണം നൽകണം എന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയും അതുവരെ പൊതുപരിപാടിയുണ്ട്. മതപ്രബോധനത്തിൽ നിന്നും ദാപത്തിൽ നിന്നും ഒഴിവാകാനൊന്നല്ല, പൊതുപരിപാടിയിൽ സംഘടനയുടെ പേരിൽ നടത്തപ്പെടുന്ന പൊതുപരിപാടി എന്നും അറിയിക്കണം. അവിടെ വേറെ പറയുകയാണ് പറയുന്നത്. പാതാളത്തിൽ പോകണം തന്നെ തീരുമാനിച്ചിട്ട് നിങ്ങൾ ആരാ പറയാമെന്നൊക്കെ ചോദിക്കുന്നത്. എന്നിട്ട് ഈ ഒരു വിശദീകരണം മാത്രം ചോദിച്ച് 15 ദിവസത്തിനുള്ളൂ. ആ 15 ഇനിയും കഴിഞ്ഞിട്ടില്ല. അതിന്റെ കാരണം അറിയോ? 15 കഴിഞ്ഞ് നടപടി എടുക്കണമെങ്കിൽ 14 ഇന്ന് നമുക്ക് നടപടി എടുത്തൂടെ? ഞങ്ങളെല്ലാവരും ഇല്ല അവിടെ. ജമിയത്തിന്റെ മീറ്റിംഗ് ചേർന്നൂടെ, നേതൃത്വത്തിന്റെ മീറ്റിംഗ് ചേർന്നൂടെ. പക്ഷെ ഒരു ധൃതിപ്പെട്ട് ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു താല്പര്യമൊന്നും ഞങ്ങൾക്കില്ല. അങ്ങനെ ഒരു ആവശ്യമില്ല. 15-ന്റെ അന്ന് സക്കരിയ സലാഹിന്റെ കത്ത് കിട്ടി. അപ്പൊ അന്ന് സംഭവിച്ച പൊളിക്കൽ കഴിഞ്ഞതിന്റെ 2 ദിവസം കഴിഞ്ഞു, പിറ്റേന്നിന് പിറ്റേതാന്ന് തോന്നുന്നു അദ്ദേഹം കുവൈത്തിലേക്ക് പോയി. കുവൈത്തിലെ പരിപാടികളൊക്കെ കഴിഞ്ഞ് അദ്ദേഹം ഖത്തറിലെത്തി. ഖത്തറിലെ പരിപാടി കഴിഞ്ഞിട്ട് അദ്ദേഹം സൗദിയിലേക്ക് വന്ന് സൗദിയിലെ എല്ലാ യൂണിറ്റുകളിലും അയാൾ നടക്കുന്നുണ്ട്. ഈ പേരൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടല്ലോ, നല്ല കാര്യം കിട്ടുമല്ലോ, മറ്റേ കിട്ടണമായി തന്നെ ഇവിടെ കിട്ടി. അപ്പൊ അന്നേരമൊക്കെ ഈ മതിയാക്കിയിട്ട് ഇങ്ങോട്ട് പോന്നിട്ട് ഇവിടെ വിവരണം നൽകിയിട്ട് മതി എന്ന് ഞങ്ങൾ പറഞ്ഞു. എത്ര മാന്യമാണ് വിട്ടുവീഴ്ചയോടുകൂടെ നേതൃത്വം തന്നെ അറിയാം. ഈ കരങ്ങളൊക്കെ കരഞ്ഞാ പിന്നെ അവർക്ക് വരുമല്ലോ. അവിടെ വന്നിട്ടും തന്നെ പരിപാടിന്റെ നോട്ടീസൊക്കെ എടുക്കാത്ത അവിടെ ഇവിടെയൊക്കെ. പക്ഷെ ആ വന്ന് അതിന്റെ പിറ്റേന്ന് 2 ദിവസം കഴിഞ്ഞപ്പോഴേ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ എപ്പോഴാ വരേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ വന്നിട്ടുണ്ട്, എപ്പോഴാ വരേണ്ടത്, കുട്ടികളെ കല്യാണത്തിന്റെ ഒക്കെ തിരക്കിലാണ്, വെള്ളമില്ലാതൊക്കെ തന്നെ അങ്ങോട്ട് സംസാരിച്ചു. അപ്പൊ ഞാൻ എന്ത് പറഞ്ഞു, ഞാൻ അതിന്റെ പിറ്റേന്ന് പുറപ്പെടുകയാണ്. അത് നേരത്തെ നിശ്ചയിച്ച് ഇതിനനുസരിച്ച് പോയി വരട്ടെ സെക്രട്ടറി എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നിങ്ങൾ APH കാണും, APH കണ്ട് ആ കാര്യങ്ങൾ സംസാരിച്ചു. വളരെ സാധാരണ നിലക്ക് APനെ അദ്ദേഹം വന്ന് കണ്ടു. APയെ കണ്ടപ്പോ AP എന്ന ആശുപത്രിയിലേക്ക് പോകണ അവസ്ഥ, 4 ദിവസം അഡ്മിറ്റ് ചെയ്തു. AP പറഞ്ഞു പിന്നെ DP ഒക്കെ വരട്ടെ. എന്നിട്ട് അതിന് ശേഷം ഈ ഒരവസ്ഥയിലാണ് അവിടെ ഇത് നിൽക്കുന്നത്. ഇവിടെ നിന്ന് ഭൂകമ്പം, എല്ലായിടത്തും ഭൂകമ്പം, പ്രളയം, നമ്മൾ തമ്മിൽ അടിയും തെറ്റും, ഒരാവശ്യമില്ലാത്ത ആളുകൾ നേതാക്കന്മാർ എത്തിമായിട്ട് കൂടാ ചോദിച്ച് ശരിയാക്കി കഴിഞ്ഞ് ഞാനെന്നുള്ളൊരു പേരെടുക്കാനുള്ള കുറെ നിലക്കുള്ള സമീപനം. ഞാൻ ഒരിക്കലും നിങ്ങളെ സംബന്ധിച്ചില്ല കേട്ടോ, ഇവിടെ മതമാന്യമായ സമീപനവും വളരെ അന്തസ്സായിട്ടുള്ള ചോദ്യമാണ് ഉണ്ടായിട്ടില്ല എന്നാണ്. അപ്പം ഈ സക്കരിയ സലാഹിന്റെ പേരിൽ ഒരു നടപടിയുടെ ഒന്നും അവിടെ ഉണ്ടായിട്ടില്ല. ഒരു വിശദീകരണം ചോദിക്കുക, അത് സാമാന്യമായി ഒരു വലിയ സംഘടനയ്ക്ക് ചെയ്യാൻ പറ്റുന്നതല്ലേ? അല്ലെങ്കിൽ തോന്നിയതൊക്കെ ഓരോരുത്തർ പറയില്ലേ? അത് ജമിയത്തുൽ നിലപാടിനോട് യോജിച്ച് നടത്തണമെന്നത്. ഇനി അയാള് ആ വിശദീകരണത്തിൽ
പിന്നെ എന്തെങ്കിലും തെറ്റ് വന്നുപോയ സ്വഭാവത്തിലോ അല്ലെങ്കിൽ അങ്ങനെ ഞാൻ ആവർത്തിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞാൽ മുമ്പ് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഒക്കെ പറഞ്ഞ് ഞങ്ങളൊരു ബോധ്യപ്പെടുന്ന ഒരാൾ തീരുമാനിക്കണമല്ലല്ലോ, ഞങ്ങളെല്ലാവരും കൂടി ആക്കുകയാണെങ്കിൽ അത് നമ്മൾ കൂടെ തന്നെ നമ്മൾ പ്രവർത്തിക്കും, സജീവമായിട്ടുണ്ടാവും. അതിനെന്താ നമുക്ക് ഓർക്കേണ്ടത്? ആ ഒരവസ്ഥയിൽ എന്താ ഇങ്ങനെ പ്രകോപനം ആക്കേണ്ട ആവശ്യം? ആ സംശയം വിശദീകരിക്കാനാണ് പറ്റും. പിന്നെ നിയമത്തിലെ ഫാറൂഖിന്റെ കാര്യത്തിൽ അയാൾ പറഞ്ഞു എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങളിലും നമ്മുടെ കാഴ്ചപ്പാട് എന്താന്ന് പറഞ്ഞാൽ തന്നെ ബാക്കി കഴിഞ്ഞില്ലേ. താടി സുന്നത്താണ്, അതേപ്രകാരം നെരിയാനിന്റെ താഴെയുള്ള വസ്ത്രം നരകത്തിലുമാണ്, അത് കയറ്റി വിടുകയും ചെയ്യണം. ഇത് നമ്മുടെ കാഴ്ചപ്പാടാണ് ഹദീസുകളുടെ വെളിച്ചത്തിലുള്ള. അതിന്റെ എതിരായി ആര് പറഞ്ഞാലും അതിനെ ശക്തമായി എതിർക്കേണ്ടതും അവരെ ഒടുതൊഴിച്ച് നേരായ മാർഗത്തിലേക്ക് കൊണ്ടുവരേണ്ടതുമാണ്. ഈ പിന്നെ കേസരി മുത്തലാ ഫാറൂഖിനെ നിങ്ങൾക്ക് കുറെ ആൾക്കാർക്ക് അറിയാവുമല്ലോ. അബൂബക്കറിന്റെ മോനാണ്. ഏറ്റവും ഫലിത സാമ്രാട്ടും ഈ സമൂഹത്തിൽ ഭയങ്കര ചിരിയിലൂടെ തൗഹീദ് പ്രസ്ഥാനത്തെ പരിചയപ്പെടുത്തിയ ഒരാളാണ്. ആ നിലക്കുള്ളൊരു വിമർശന ശൈലി സ്വീകരിക്കുന്ന കെ.സി. ബക്രൂരൊക്കെ ഞങ്ങളുടെ ഉസ്താദാണ്. എത്രയോ കാലമായി അദ്ദേഹത്തിന് ഒരുപാട് ഞങ്ങൾ ഇന്നലെയും കൂടി ഞങ്ങൾ അദ്ദേഹത്തിന്റെ ചരിത്രങ്ങൾ അദ്ദേഹത്തിന് ചില പ്രയോഗങ്ങൾ. അപ്പൊ ഇവന്റെ ശൈലി ഒരു പ്രത്യേക ശൈലിയാണ്. നിയമത്തുള്ള ഫാറൂഖിന്റെ എല്ലാവർക്കും അറിയാം. ആ ശൈലിയിൽ ഒഴിവ് എന്ന വിഷയത്തെ സംബന്ധിച്ച് ഇത് ഒന്ന് മാത്രമല്ല എടുത്തത്, മറ്റേനി എതിർത്തിട്ടുണ്ട്, മറ്റേനി രണ്ടിനി അവനെ എതിർത്തിട്ടുണ്ട്. സൗദിയിലുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ താടി വെച്ചാൽ മതി എന്തൊക്കെ പറഞ്ഞിട്ട് ഒക്കെ പറഞ്ഞു. അപ്പൊ എന്തായിരുന്നാലും ശരി, ഇത് ഗൗരവമായി തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒരു പ്രസംഗമാണ് ഈ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ഇങ്ങനെ അതുവരെ നമ്മുടെ MSMന്റെ കുട്ടികളെ സംബന്ധിച്ച് MSMന്റെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എതിർത്ത് ഇങ്ങനെ പൊതു സ്ഥലം എന്ന് പറയാം. അത് ഒരു തെറ്റെന്ന് ആ കാര്യങ്ങൾ അയാളെ നമ്മൾ വിളിപ്പിച്ചു. ഇതൊക്കെ ഇങ്ങനെ പരസ്യമായിട്ട് ഓരോ കാര്യങ്ങൾ, ഇത് സംഘടനാ തലത്തിൽ എപ്പോഴും നടക്കുന്ന ഒരു കാര്യമാണ്. വിളിപ്പിച്ച് ആ കാര്യം സംബന്ധിച്ച് അത് ഞങ്ങൾ കേട്ടു, ഞങ്ങളിരുന്ന് ഞാൻ APO ഞങ്ങൾ കേട്ടു. അപ്പൊ അതിന് ഓന്റെ ഈ പ്രയോഗങ്ങൾ അത് ഇതായിട്ട് കുറെ ഓന്റെ പ്രയോഗത്തിന് ഒരു ഇതായിട്ടുണ്ട്. നേരത്തെ ഞാൻ അങ്ങനെയാണ് പറഞ്ഞത്. ഈ രണ്ടറ്റങ്ങളിലെ തീവ്രതയും വിവരിച്ചുകൊണ്ടാണ് ഈ സംസാരം ഉണ്ടായത്. ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയും സുന്നത്തുകളോട് മതിപ്പ് കുറക്കുകയും ചെയ്യുന്ന പ്രയോഗങ്ങൾ അത് ശരിയല്ലെന്നും അവനെ ധരിപ്പിക്കുകയും ഇത് ആവർത്തിക്കരുതെന്ന് പറയുകയും ചെയ്തിട്ട് അതനുസരിച്ചുകൊണ്ട് അതിപ്പോ നേരത്തെ മോഡി പറഞ്ഞ മാതിരി ഓന്റെ ആ CD നമ്മൾ ആരും വിതരണം ചെയ്തില്ല. പക്ഷെ നമ്മൾ വിതരണം ചെയ്തില്ല എന്നാണ് ഒരു കാര്യമില്ല. ഇപ്പൊ അത് എല്ലാവർക്കും വിതരണം ചെയ്യാം. വെറുതെയാണ് ഇന്നൊരു ചെയ്തില്ല ഇന്നൊരു ചെയ്തെന്ന് പറയുന്നത്. ഇതില് ആ നിരക്കുള്ള അവസ്ഥ ഇപ്പൊ അയാളോട് ഇതിന്റെ ഒരു ആരോടൊക്കെ ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത്. ഇപ്പൊ നല്ല നമ്മുടെ ഒരു പ്രാസംഗികനാണല്ലോ മുജാഹിദ് ബഷീർ. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിൽ വരുന്ന പാടിച്ചകൾ അമിത ആവേശം കൊണ്ട് വളരെ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്ന തരത്തിൽ മറ്റു മതങ്ങളിൽ ആളുകൾ മറ്റുള്ള ഇതുകളൊക്കെ ഇത് പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ഞങ്ങൾ ശ്രദ്ധയിൽ പലരും പെടുത്താറുണ്ട്. ഞങ്ങൾ വിളിച്ചതിനെ സംബന്ധിച്ചിടത്തോളം ഉപദേശിക്കാറുണ്ട്, പറയാറുണ്ട്. അതുപോലെ പലരും ഉണ്ട്. അബ്ദുറഹ്മാൻ ഈ ഇരുവേറ്റിന്റെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാലോ, വളരെ ഓവറായിട്ട് നമ്മുടെ ആശയങ്ങളെ പിന്നെ എതിർത്ത് പലതിനെയും തള്ളി പറഞ്ഞു അയാളെ നമ്മൾ വിളിച്ച് നല്ല അയാൾക്ക് പലപ്പോഴും ശാസിച്ചിട്ടുണ്ട്. ഇപ്പൊ അയാൾക്കൊരു വിശദീകരണത്തിന് അതിപ്പോ ഈ കൂടുതൽ തന്നെ അന്വേഷണം നടക്കുക. അപ്പൊ അതിലൊന്നും നിങ്ങൾ വിഷമിക്കേണ്ട ആ കാര്യത്തിൽ. പിന്നെ അവിടെ നടക്കുന്ന പ്രസംഗം എന്ന് പറയുന്നത് CD നിങ്ങൾ ഈ കാണുന്ന പോലെ ചില ഇതാക്കി വൈറ്റ് ഹൗസ് ഒബാമന്റെ പ്രഭാഷണത്തോട് പിന്നെ അതിന് തുലനം ചെയ്തിട്ടൊക്കെ പറയുന്നു. അതൊന്നില്ല. ഇത് അവിടെ ഓഫീസ് ഇപ്പൊ സാധാരണ ഒരു സംവിധാനത്തിന് ഉപയോഗിക്കുന്നതിന് പകരം അവിടെ ഒരു ദിവസം ഒരു ക്ലാസ് നടന്നോട്ടെ എന്നുള്ളൊരു തീരുമാനം അത് അവിടുത്തെ ഓഫീസിന്റെ സൂപ്രണ്ടിനെ നടത്തിക്കോട്ടെ. കാരണം ഓരോരുത്തർ പിന്നാലെ നടന്നിട്ട് അവിടെ ആളെ കിട്ടാതെ അവിടെ ആൾക്കാർ വന്ന് ഒക്കെ ചിത്രമുണ്ടായിരുന്നത് പല യോഗത്തിനും ആള് വരാതെ കുഴപ്പമുണ്ടായിരുന്നു. അത് നിങ്ങളത് ഏറ്റെടുത്തില്ലേ? ആ ഏറ്റെടുത്തെന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ കൂടെ ജില്ലാ കമ്മിറ്റിന്റെ ഒക്കെ ആലോചിക്കുന്ന ആളുകളും കൂടിയിട്ട് തീരുമാനിക്കലാണ് ആരെ വിളിക്കണമെന്ന്. അതിൽ കുറെ ആൾക്കാരെ കിട്ടാതിരുന്നപ്പോൾ ഒരു 4 ആളെ ഒരു സ്ഥിരമായിട്ട് മാറി മാറി മാസത്തിൽ ഒരാഴ്ച
ഒരാള് എന്നുള്ള ഒരു സമ്പ്രദായം ഇവർ സ്വീകരിച്ചു. അപ്പം പിന്നെ തുടർച്ചയായ ഇത് കേൾക്കുക എന്നുള്ള നിലക്ക് ആളുകൾ സജീവമായി ക്ലാസ്സിലേക്ക് വരാനും തുടങ്ങി. അങ്ങനെ 4 ആളെ വെച്ചതാണ്. ആ ആളുകൾ ഇല്ലെങ്കിൽ അവര് നിർദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ വെക്കുന്ന ആ ആളുകൾ മാറി വരികയാണ്. അത് അപകടകരമാണ് എന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും ആ ആളുകളെ നമ്മൾ മാറ്റും. എന്തെങ്കിലും നിലക്ക്, അതായത് ഇനിയോ അത് നമ്മൾ പറഞ്ഞു കേൾക്കാതെ അതിന്റെ മാന്യത ഇല്ലാതെ സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ മാറ്റും. ഇത്ര ഈ കാര്യത്തിൽ ആത്മാർത്ഥമായിട്ട് മറുപടി പറയാനുള്ളൂ. ഇതോടുകൂടെ ഇപ്പൊ സംഘടനാ തലത്തിലുണ്ടാകുന്ന ഈ അഭിപ്രായ വ്യത്യാസം ഈ ചർച്ചകൾ നിങ്ങൾക്ക് ഏറെക്കുറെ ബോധ്യപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇനിയും ഉണ്ടാവും ചില സംശയങ്ങളൊക്കെ. പക്ഷെ വളരെ സമയം വൈകിട്ടുണ്ട്. CD കാണുന്നു. പിന്നെ അത്രയും മാത്രമല്ല പറഞ്ഞ് ശരിച്ചതൊക്കെ പറഞ്ഞിട്ടില്ല. അതായത് KPP ആക്കുള്ളതാണ് 6 മണിക്കൂറും. എന്നിട്ട് അയാൾ അവസാനം ഇരുപത്താറ് പോലുള്ള ഒരു ഇട്ടു. അങ്ങനല്ല ഞാൻ അത് പരിഗണിച്ച് അങ്ങനെ സെക്രട്ടറിയോടുള്ള ദേഷ്യം കൊണ്ട് നടപടി. ഇത് സ്വന്തം നമുക്കത് വ്യാജാണെന്നല്ല, അവരുണ്ടാക്കിയ മടവൂരി ചാർനാട് ആണ്. പിന്നെ ഇവരടുത്തിയ മുഖാമുഖത്തിലുള്ള ഭാഗം വെട്ടി കയറ്റി അതിനകത്ത് നടപടി വരുന്നതെല്ലാം ഇതൊക്കെ ശരി. അവര് പിന്നെ നമ്മുടെ തകർക്കാൻ വേണ്ടിയിട്ട് ചെയ്താണ്. അയാൾ ഇന്നും നമ്മുടെ പള്ളിയിലെ കത്തിപ്പാണ് എന്നുള്ളതാണ്. ഒരു കാര്യം പറയട്ടെ. പിന്നെ അദ്ദേഹത്തിന് പേരിൽ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ഈ ഇതുകളെല്ലാം വളരെ ശരിയായിട്ടുള്ളതും അതിനെ സംബന്ധിച്ച് സംഘടന വിലയിരുത്തിയിട്ടുള്ളതും ഗൗരവമായി കാണുകയും അദ്ദേഹത്തിന്റെ മെമ്പർഷിപ്പ് തടഞ്ഞു വെക്കുകയും ചെയ്തു. അതിന് മരിപ്പിക്കുകയും ചെയ്താണ്. സംഘടനാപരമായിട്ട് യാതൊരു വിധത്തിലുള്ള സ്ഥാനവും അയാൾക്കില്ല. നമ്മൾ ഒഴിവാക്കിയാണ്. പക്ഷെ ഈ കുത്തുബ എന്ന് പറയുന്നതിന് വേറെ ധാരാളം. നമ്മൾ ഈ 1100ഓളം പള്ളികളിൽ കുത്തുബക്കാള് നിശ്ചയിക്കുന്നതും മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതുമെല്ലാം അവിടുത്തെ പ്രാദേശികമായ ഘടകങ്ങളും ഉൾക്കൊണ്ടുവരുന്നതാണ്. അതിനെ മുഴുവൻ നമുക്ക് ഒരൊറ്റടിക്ക് നിയന്ത്രിക്കാൻ നമുക്ക് സാധ്യമല്ല. അപ്പൊ ഇപ്പൊ പറഞ്ഞു നോക്കി, നമ്മളെ ദായിമാരെ ഓരോരുത്തരെയും നമുക്ക് നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കില്ല. എന്തെങ്കിലും ഒരു പ്രധാന ഇതുകളും ഇപ്പൊ അബ്ദുറഹ്മാൻ ഇരുവേറ്റിന്റെ പ്രശ്നം അതുണ്ട്. അതുപോലെ ചില നിബന്ധനകൾ സംഘടനാ വിരുദ്ധമായിട്ടുള്ള നിലക്കുള്ള കാര്യങ്ങൾ വല്ലതും പറയുന്നുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്യാനും അത് റിപ്പോർട്ട് ചെയ്യാനും അതിനനുസരിച്ച് നടപടിയെടുക്കാനുമുള്ള സ്റ്റാൻഡ് സംഘടന സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് തുടർച്ചയായി ഇൻഷാ അല്ലാഹ് ഇത് തുടർച്ചയായി സംഭവിക്കും. അങ്ങനെ ധിക്കാരം പറഞ്ഞിട്ട് സംഘടനയെ ചോദ്യം ചെയ്തിട്ട് ഖുർആനിലും ഹദീസിലും സ്ഥിരപ്പെട്ട കാര്യങ്ങൾ നിഷേധിച്ചുകൊണ്ട് നെതുമത്തുൽ മുജാഹിദീൻ പറഞ്ഞാൽ കേൾക്കുന്ന പള്ളിയുടെ മെമ്പറിൽ അത് അധികമൊന്നും സമ്മതിക്കില്ല. പക്ഷെ ഇപ്പോ ഈ ഇടക്കാലമാണ് അതിന്റെ അന്വേഷണങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കണം. ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നതിന്റെ ഇടയിലാണ് അത് മഹല്ലിനെ ബാധിക്കും. അപ്പൊ മഹല്ലിൽ 2 കക്ഷിയാവും. അവരെ വിളിച്ച് ഒരു രമ്യതയിലേക്ക് എത്തിച്ച് എങ്ങനെയെങ്കിലും ഒഴിവാക്കാനും വേറൊരാളെ നിശ്ചയിക്കാനും ഒക്കെയുള്ള ഉപദേശങ്ങൾ നമുക്ക് നൽകി നോക്കണം. ആ ഘട്ടമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നടത്തുന്നു. ഞങ്ങള് ഈ പ്രശ്നങ്ങളെ കൂടി വിളിച്ച് അപ്പൊ സത്യാസരായ പറഞ്ഞു നമ്മളോട് പറഞ്ഞത് എന്റെ കാര്യം എന്നോട് കാര്യം പറഞ്ഞു പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ പാടില്ലാന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കാര്യത്തിനെ ഞാൻ മാനിക്കുന്നു അവരുടെ വാക്കുകളാണ് എന്ന് അവർക്ക് മുഖത്ത് ഒഴിഞ്ഞു മാറി. പക്ഷെ ഞാൻ എന്താണ് പറഞ്ഞത് അപ്പൊ നമ്മളെ വിഷയത്തൊക്കെ നമ്മൾ അതായത് ഇതേപോലെ സത്യാസരായ പറയുമ്പോ ഞങ്ങൾ ചോദിച്ചത് പിന്നെ ചർച്ച ചെയ്താൽ ഇതിനെ ചോദിക്കുന്നതിനുള്ള പ്രശ്നമുണ്ട്. അത് വേണ്ട. അതെന്തായാലും സംഘടനയാണ് അയാളോട് ചോദിച്ചത്. സംഘടനാ നേതൃത്വത്തിന്റെ ആ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അത് കഴിഞ്ഞതിന് ശേഷം അത് ബാക്കിയുള്ള കാര്യം. ഒരു സൈഡ് മൊത്തം പറയുന്നത് നമ്മൾ ഇവര് പറഞ്ഞാൽ ശരി. പക്ഷെ വേറെ സൈഡ് പറയുന്നത് പക്ഷെ നമുക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ടാവണം. അതിനാണ് എല്ലാം ഞാനിപ്പോ പറഞ്ഞൊരു വല്ല ഗ്രൂപ്പും പറഞ്ഞ അഭിപ്രായങ്ങൾ ഇപ്പൊ ഒരിക്കലും ഞാൻ സംസാരിച്ചു എന്ന് പറയുന്നത് ആരും സംസാരിച്ചില്ല എന്ന് പറയുന്നത്. അവിടെ എന്താണ് സംസാരിച്ച അത് അതിന് വല്ല ന്യായം ഉണ്ടോ എന്ന് ചോദിക്കാനാണ് നേതൃത്വം പോയി. നിങ്ങൾ അത് കാത്തിരിക്കും. ആയിക്കോട്ടെ, അത് ഞങ്ങളോട് പറഞ്ഞോട്ടെ.